സംഘടിപ്പിച്ചു വരുന്നത്. അപ്പോൾ 2024 നാം സമാരംഭം കുറിക്കുന്ന അഖില കേരള തന്ത്രസമാജം ഉത്തരമേഖലാ ഘടകത്തിന്റെ നേതൃത്വത്തിലും പൂജാപഠനം പഠിതാക്കളുടെ പിന്തുണയോടും കൂടി നടക്കുന്ന ഈ ഓൺലൈൻ വെബിനാർ ആരംഭം കുറിക്കുകയാണ്. ഇന്നത്തെ ഈ വെബിനാറിന് നേതൃത്വം നൽകുന്നത് പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണേട്ടന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വാസ്തു പഠന കളരിയുണ്ട്. എല്ലാ തിങ്കളാഴ്ച നടക്കുന്ന വാസ്തു പഠന ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. പൂജാപഠനം ബാച്ചിലെ 7 അംഗമായിട്ടുള്ള മുരളീകൃഷ്ണൻ വലിയമംഗലം ആണ് ഇന്നത്തെ ഈ വാസ്തു പഠന സെമിനാറിന് കോർഡിനേഷൻ നടത്തുന്നത്. അദ്ദേഹത്തിനെ ഈ പ്ലാറ്റ്ഫോം ഏൽപ്പിക്കുകയാണ്. തുടങ്ങാം. വെബിനാറിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വെബിനാർ അവതരിപ്പിക്കുന്നത് ഡോക്ടർ ജയൻ ഏറാഞ്ചേരി എന്ന അക്കാദമിക് തലങ്ങളിലെല്ലാം പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ്. അദ്ദേഹം 32 വർഷത്തോളം VTB കോളേജിൽ അധ്യാപകനായിട്ട്, സംസ്കൃത അധ്യാപകനായിട്ട് ജോലിയെടുക്കുകയായിരുന്നു. 9 വർഷം അദ്ദേഹം അവിടുത്തെ പ്രിൻസിപ്പാളുമായിരുന്നു. അദ്ദേഹത്തിന്റെ PhD റിസർച്ച് തീസിസ് തന്നെ വാസ്തുവിദ്യയിലാണ്. അതുകൂടാതെ അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്തതിനു ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനവധി പഠനപീഠങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹം അവതരിപ്പിക്കാൻ വന്നത് വാസ്തുവിദ്യയെ കുറിച്ചുള്ള പ്രാഥമികമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്കായിട്ട് ശ്രദ്ധിക്കാം. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വേദി അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാണ്. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ആമുഖം പറയാമെന്നുള്ളതാണ്. എന്താ വെച്ചാൽ വളരെ ലളിതമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങളുമായിട്ട് ഞാൻ സഞ്ചരിച്ച കുറച്ച് കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുമായിട്ടും പങ്കുവയ്ക്കാമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാവർക്കും ഇങ്ങനെയൊരു അവസരം ഒരുക്കി തന്ന എല്ലാവരോടും എൻ്റെ കടപ്പാട് ഞാൻ അറിയിക്കുകയാണ്. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നില്ല. നന്ദി എൻ്റെ മനസ്സിൽ ഞാൻ കാത്തു സൂക്ഷിക്കും. എൻ്റെ ഒരു ശ്വാസമായിട്ട്. നമസ്കാരം. അപ്പൊ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പൊ വളരെ വേഗത്തിൽ എന്തെങ്കിലും അതിനിടെ സ്പീഡ് കൂടുമോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരികയാണെങ്കിൽ, ഡ്രൈവ് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ യാത്രക്കാർക്ക് വരികയാണെങ്കിൽ എങ്ങനെ ഓടിക്കണം എന്ന് നിർദ്ദേശിച്ചാലും വിരോധമില്ല. ഓക്കെ, ഞാൻ സംസാരിക്കാം. ചെറിയ കാര്യങ്ങളെ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഭാരതീയ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൽ ഉള്ള ടെക്നിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളതാണ് വാസ്തുവിദ്യ എന്ന് പറയുന്ന വിഭാഗം. അതിൽ വാസ്തു മാത്രമല്ല, അതിൻ്റെ അകത്ത് പിന്നെ ആസ്ട്രോണമി, മാത്തമാറ്റിക്സ്, വാസ്തുവിദ്യ, ആയുർവേദം, ഇങ്ങനെ 4 വിഷയങ്ങളെ കൂടിയതാണ് ശരിക്കും ടെക്നിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാരതീയ വിജ്ഞാന ശാഖ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഞാനിന്ന് പറയാൻ പോകുന്നത് വാസ്തുവിദ്യയുടെ ഒരു ആമുഖമാണ്. ഈ ഒരു സാമാന്യ വീക്ഷണമാണ്. ഈ സാമാന്യ വീക്ഷണത്തിൽ ഞാൻ ഇതിനെ ഒരു 4 മോഡ്യൂളായിട്ട്, അല്ലെ 4 വിഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വാസ്തുവിദ്യയുടെ ഒരു ആമുഖം, അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം, പിന്നെ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലുള്ള വിഷയങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് ആ വിഷയം, പിന്നെ ഇതിൽ നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങളുടെ പേരും അതിൻ്റെ ഓഥറുടെ പേരും, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വാസ്തുവിദ്യ എന്ന് പറയുന്നത് വസ് എന്ന് പറയുന്ന സംസ്കൃത ധാതുവിൽ നിന്ന് ഉണ്ടായതാണെന്ന് പറയപ്പെടുന്നു. വസ് എന്ന ധാതുവിന് വസിക്കുക, താമസിക്കുക, നിവസിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇതിന് ഇംഗ്ലീഷിൽ ഇതിന് സമാനമായ പദം എന്ന് പറയുന്നത് ആർക്കിടെക്ചർ എന്ന് പറയുന്നതാണ്. അത് ശരിക്ക് ആർക്കിടെക്ട് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ്. ആർക്കിടെക്ടോൺ എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആർക്കിടെക്ചർ എന്ന പദം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ആർക്കിടെക്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ബിൽഡർ എന്നാണ് അതിൻ്റെ അർത്ഥം. മാസ്റ്റർ ബിൽഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഭാരതീയ സംസ്കാരം അനുസരിച്ച് സ്ഥപതി എന്ന പേരിന് സമാനമായിട്ടുള്ള പേരാണ് ശരിക്കും ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സ്ഥപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാണ ശാസ്ത്രം പൂർണ്ണമായി അറിയുന്ന ആളെയാണ് നമ്മൾ സ്ഥപതി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശാസ്ത്രശാഖയെ സ്ഥാപത്യ വേദം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഇത്രയാണ് ഞാൻ ഒരു ആമുഖമായിട്ട് വളരെ ചുരുക്കിയിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാൻ ചെറിയ സമയത്തിന്റെ കാര്യങ്ങളുള്ളത് കൊണ്ട് കുറച്ച് മാത്രം സൂചിപ്പിക്കാം. അപ്പൊ എപ്പോഴും നമ്മൾ പറയുന്ന ഈ ശാസ്ത്രചിന്തകളോ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ 2 തലമുണ്ട്. ഒന്ന്
യഥാർത്ഥത്തില് ഏത് വിഷയങ്ങൾ എടുത്താലും നമ്മളൊക്കെ കണക്കാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് എന്ത് ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ചാലും ഏത് വിഷയങ്ങൾ പഠിച്ചാലും മലയാളത്തിലെ 3 അക്ഷരം കൂട്ടി വായിക്കാനുള്ള പ്രാപ്തി അതിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ 3 അക്ഷരം എന്താണെന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറയുന്ന 3 അക്ഷരം കൂട്ടി വായിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവലാണ് എല്ലാ വിഷയങ്ങൾ പഠിക്കുന്നതിന്റെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ ശാസ്ത്രങ്ങളെയും നമുക്ക് കഴിക്കാനുള്ള ശാസ്ത്രം ഉണ്ടായതിനു ശേഷം കഴിച്ചുകൂട്ടാനുള്ള ശാസ്ത്രം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. കഴിക്കാൻ എന്ന് പറഞ്ഞാൽ മിനിമം ഭക്ഷണം തുടങ്ങിയിട്ട് ഉള്ള കാര്യങ്ങളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുമ്പോൾ, നമ്മൾ സാംസ്കാരിക തലം ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് കഴിച്ചുകൂട്ടാനുള്ള തലത്തെക്കുറിച്ച് അന്വേഷിക്കുകയും കഴിച്ചുകൂട്ടുക എന്ന് പറയുന്നത് ശരിക്കും ഏറ്റവും നല്ല നിലയിലേക്ക് ജീവിത നിലവാരം ഉയർത്തുമ്പോൾ ചുറ്റുപാടുകൾക്കനുസരിച്ച് നമുക്ക് വരുന്ന പാടേ മാറ്റാനുള്ള പാഠം ഉണ്ടാവുകയും ആ പാഠത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ബൃഹത്തായ ആശയങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇത്തരം വലിയ ചിന്തകള്, തത്വചിന്തകളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ശരിക്ക് ഇതിന്റെ 2 തലങ്ങളാണ്, കഴിക്കാനുള്ളതും കഴിച്ചു കൂട്ടാനുള്ള തലങ്ങൾ. ആ 2 തലങ്ങളുടെയും തമ്മിലുള്ള ഒരു താരതമ്യമായി പറയാനുള്ളൂ. യഥാർത്ഥത്തിൽ എല്ലാ കാര്യവും അതിൻ്റെ അകത്ത് എന്താ പറയാ, എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് സമഗ്രമായിട്ട് പറയും അത്ര. ഇപ്പൊ സാധാരണഗതിയിൽ ഇന്നലെയുള്ള ഏതൊരു വിഷയത്തെക്കുറിച്ചും ഇന്ന് പറയുമ്പോൾ അത് നാളേക്ക് പ്രയോജനം ഉണ്ടാവുന്നതാണ്. ഞാൻ ഇനി അടുത്ത പറയുന്ന ഒരു മോഡ്യൂൾ ചരിത്രം എന്ന് പറയുന്നത്. ഇന്നലെയുടെ ചരിത്രം ഇന്ന് പറയുമ്പോൾ നാളേക്ക് അത് പൂർണ്ണമായി അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിൻ്റെ അറിവുകളെ ആയിരിക്കണം എപ്പോഴും ചരിത്രബോധം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെയുടെ സംസ്കാരം കൊണ്ടായിരിക്കാമല്ലോ ഇന്നിപ്പോ ഇതിൻ്റെ അകത്ത് ഗ്രൂപ്പ് കയറിയ ആൾക്കാർ. നാളേക്ക് അത് പ്രയോജനപ്പെടുത്താനുള്ള പ്രാപ്തിയാണല്ലോ അവർക്ക് ഉണ്ടാവേണ്ടത്. ആ പ്രാപ്തിയാണ് ശരിക്കും യഥാർത്ഥത്തിൽ തൊട്ടു മുമ്പേ ഞാൻ പറഞ്ഞ ജീവിതം എന്ന് പറയുന്ന കൂട്ടിവായന എന്ന് പറയുന്ന പ്രക്രിയ. ശരിക്കും പറയും, കുട്ടികളോടൊക്കെ പറയുകയാണെങ്കിൽ പറയും, ജനുവരി മാസം പോലെ ജീവിക്കണം എപ്പോഴും എന്ന് പറയും. ജനുവരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ജാനസ് എന്ന് പറയുന്ന ദേവതയിൽ നിന്നാണ് ജനുവരി എന്ന് പറയുന്ന മാസം ഉണ്ടായിരിക്കുന്നത്. ജാനസ് എന്ന് പറയുന്ന ദേവതയ്ക്ക് 2 മുഖങ്ങളുണ്ടെന്നാണ് പറയാം. ഒന്ന് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലേക്ക് നോക്കുന്ന, കഴിഞ്ഞ ഡിസംബർ വരെ കഴിച്ചു കൂട്ടിയ കാലത്തെ ഓർക്കുന്ന ഒരു മുഖവും, പിന്നെ മറ്റൊരു മുഖം വരാൻ പോകുന്ന ഡിസംബർ വരെ ഇനി കഴിച്ചു കൂട്ടാനുള്ള ഭാവിയിലേക്ക് നോക്കുന്ന ഒരു മുഖവും. അതുകൊണ്ട് ഇന്നലകളിൽ നിന്ന് ഇന്ന് ജീവിക്കുന്നതിൽ നിന്ന് നാളെയിലേക്ക് പോകാനുള്ള ഒരു കാര്യം പറയുമ്പോഴും, ഏതൊരു വിഷയം പറയുമ്പോഴും അതിൻ്റെ ഒരു പെറ്റേണിറ്റി അല്ലെ മെറ്റേണിറ്റി അല്ലെ അതിൻ്റെ ഒരു ചരിത്രം പറയേണ്ടത് ആവശ്യമായിരിക്കും. അതുകൊണ്ട് മാത്രം അത് വളരെ ചുരുക്കി കാലഘട്ടവും ഉദാഹരണവും മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. അത് കഴിഞ്ഞും വിഷയത്തിൻ്റെ അകത്തേക്ക് കയറാം. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഭാരതീയ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ചരിത്ര കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്ക് എന്താ പറയാ, 3 വേണമെങ്കിൽ തരംതിരിക്കാം. വളരെ കൃത്യമായിട്ടുള്ള ഒരു രീതിയിലല്ല, ഏകദേശം ഒരു കാര്യം 3 നമുക്ക് തരംതിരിക്കാം. ഒന്ന് പ്രാചീനമായിട്ടുള്ള കാലഘട്ടം, പിന്നെ മറ്റൊന്ന് ബൗദ്ധ കാലഘട്ടം, പിന്നെ ഹിന്ദു കാലഘട്ടം. ഇത്രയായി കഴിഞ്ഞാൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള വിഷയങ്ങളായി. അതിനുശേഷമുണ്ട് ഇൻഡോ ഇസ്ലാമിക്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ പിന്നീടുണ്ട്. അപ്പൊ അതിനകത്ത് പ്രാചീന കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 3000 BC തൊട്ടിട്ട് 1500 BC വരെ നിലനിൽക്കുന്നതാണ് പ്രാചീന കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇതിന്റെ തെളിവുകൾ എന്ന് നമുക്ക് പറയുന്നത് സിന്ധു നദീതട സംസ്കാരം, മോഹൻജദാരോ, ഹാരപ്പൻ സംസ്കാരമൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് എന്താ വാസ്തുവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരുടെ സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ അവരവശേഷിപ്പിച്ചു പോയ അടയാളങ്ങളായിട്ടുള്ള നല്ല ടൗണുകളും കുളങ്ങളും അല്ലെങ്കിൽ സ്കൾപ്ചർ ചെയ്ത പ്രതിമകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ഉദാഹരണങ്ങളായിട്ട് പറയാം. ഇതിൽ തന്നെ പ്രാചീന കാലഘട്ടത്തിൽ അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വൈദിക കാലഘട്ടം എന്ന് പറയുന്നതാണ്. വൈദിക കാലഘട്ടം ഏകദേശം 1500 BC മുതൽ 250 BC വരെ നിലനിന്നതാണ് ഈ വൈദിക കാലഘട്ടം എന്ന് പറയുന്നത്. വൈദികമായിട്ടുള്ള കാലഘട്ടത്തിൽ പൊതുവെ തന്നെ ജനങ്ങൾ ഒരു പ്രകൃതിയെ അനുകൂലമായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാര്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രാരംഭ കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്ക് കുടിലുകൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നവരായിരുന്നു. അതുപോലെ ഫെൻസിങ് ചെയ്ത ഗ്രാമപ്രദേശങ്ങള് അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് വരുന്ന കാലഘട്ടം, ഡെവലപ്പ് ചെയ്ത് വരുന്ന അവസാനത്തെ വേദ കാലഘട്ടമൊക്കെ ആവുമ്പോഴേക്ക് അത് ചൈത്യങ്ങളായി, പിന്നെ ഗ്രാമത്തിൽ കവാടങ്ങൾ, തോരണങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള
രീതിയിലേക്ക് അത് ഡെവലപ്പ് ചെയ്തു. ഇതാണ് വൈദിക കാലഘട്ടത്തിലുള്ള ഒരു ആർക്കിടെക്ചറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ബൗദ്ധ കാലഘട്ടമാണ്. ബൗദ്ധ കാലഘട്ടം തന്നെ നമുക്ക് ഏകദേശം 250 BC മുതൽ 750 AD വരെയാണ് ചരിത്രകാരന്മാർ പറയുന്ന ബൗദ്ധ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം എന്താ വെച്ചാൽ അശോകന്റെ ഈ ബൗദ്ധ പീരീഡ് തുടങ്ങുന്ന അതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് പിന്നെ അശോകന്റെ കാലം, കനിഷ്കന്റെ കാലം, അല്ലെങ്കിൽ പിന്നീട് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മഹായാനം, ഹീനയാനം എന്ന് 2 തരത്തിലുള്ള ബൗദ്ധമായിട്ടുള്ള 2 തരത്തിലുള്ള കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഈ 2 തരത്തിലുള്ള നിർമ്മാണങ്ങളും വളരെ വ്യത്യസ്തമായിട്ടുള്ള നിർമ്മാണ ശൈലികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കാലഘട്ടം വരുമ്പോൾ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിന് ഡെവലപ്പ് ചെയ്ത ഒരു രീതികൾ നമുക്ക് പറയാം. അപ്പൊ ഇതിൻ്റെ അകത്ത് ഉദാഹരണമായിട്ട് നമുക്ക് പറയുന്നത് ആദ്യത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഉദാഹരണമായിട്ട് പറയുന്നത് സ്തൂപങ്ങള്, ബൗദ്ധന്മാരുടെ അടയാളം പെടുത്തിയ സ്തൂപങ്ങള്, സ്തംഭങ്ങള്, പിന്നെ റോക്കട്ടായിട്ടുള്ള ചേമ്പേഴ്സ്, പാറ തുരന്നിട്ടുള്ള വലിയ ഹാളുകള്, ഇതൊക്കെയാണ് ഇതിന് ഉദാഹരണമായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പിന്നെ മഹായാന ബുദ്ധിസമൊക്കെ വരുമ്പോൾ ആ കാര്യം കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് ചൈത്യശാലകള്, പ്രാർത്ഥനാലയങ്ങള്, കൊത്തുപണികളോടുകൂടിയ ധാരാളം രൂപങ്ങളൊക്കെ വരുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കറിയാം അതിന് ഉദാഹരണം നമുക്ക് എന്താ പറയാ ഈ അജന്ത, എല്ലോറ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള വിഷയങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഏറ്റവും അവസാനത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ ഹീനയാനക്കാർ വന്ന ശരിക്കും പറഞ്ഞ വിഹാരങ്ങൾ പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൻ്റെ അകത്ത് ഏറ്റവും നമ്മൾ ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബുദ്ധന്മാരിൽ 2 തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അത്രേ. ഒന്ന് ഭിക്ഷുക്കളും ഉപാസകന്മാരും ഉണ്ടായിരുന്നു. ഈ ഭിക്ഷുക്കളും ഉപാസകന്മാരും വരുന്നതോടുകൂടി ബൗദ്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും, തന്ത്ര ആയിക്കോട്ടെ, തച്ചുശാസ്ത്രം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആയുർവേദം ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ വിഹാരങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങൾ ഈ ബുദ്ധ ഉപാസകന്മാർ, ഭിക്ഷുക്കള് ചെയ്തിരുന്നു അത്രേ. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ആ 2 വിഹാരങ്ങളുടെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ അതിന്റെ പ്രശസ്തി എന്താന്ന് എല്ലാവർക്കും മനസ്സിലാവും. നളന്ദയും തക്ഷശിലയാണ്. ശരിക്കും ഏറ്റവും പ്രാചീനമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് നളന്ദയും തക്ഷശിലയും. ഇതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെ എന്താ പറയാ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മളൊന്ന് കണക്കാക്കേണ്ട എന്താന്ന് വെച്ചാല് ഇത് ഒരു പുസ്തകത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ അതിന്റെ തിയറി മനസ്സിലാക്കുന്നത് പോലെയല്ല അതിന്റെ പ്രയോഗ വിജ്ഞാനം എന്നുള്ളതും കൂടി നമ്മൾ ധരിക്കേണ്ടതാണ്. പ്രയോഗ വിജ്ഞാനം ഒരുപാട് വലുതാണ്. നമുക്ക് ഒരിക്കലും ഒരു ടെക്സ്റ്റൽ സ്റ്റഡീസ് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ കഴിയാത്തതിനേക്കാൾ വലുതാണ് ശരിക്കും പ്രയോഗ വിജ്ഞാനം എന്ന് പറയുന്നത്. പക്ഷെ ഒരുപക്ഷെ വലിയ സൃഷ്ടികൾ ഉണ്ടായതിനു ശേഷമായിരിക്കും അതിനെ അത്രയൊന്നും പ്രാപ്തിയില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള കൃതികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അതിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് പലതും എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇത്രയായി കഴിഞ്ഞാൽ ഇപ്പം 250 AD തൊട്ടിട്ട് 250 BC തൊട്ടിട്ട് 750 AD വരെയുള്ള ബൗദ്ധന്മാരുടെ പ്രധാനപ്പെട്ട ഒരു തലം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി നമുക്ക് അടുത്ത വേഗത കൂടുന്നുണ്ടോ ഞാൻ പറയുന്നത്? കൊച്ചുട്ടാ, വേഗത കൂടുന്നുണ്ടോ? കുഴപ്പമില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണേ. ഇല്ല, ഓക്കെയാണ്. അപ്പോ ഇനി നമുക്ക് പറയാനുള്ള എന്താ വെച്ചാല് സാധാരണഗതിയിൽ നമുക്ക് പറയാനുള്ളത് ഹിന്ദു കാലഘട്ടം എന്ന് പറയുന്നതാണ്. അത് ഏകദേശം നമുക്ക് 500 AD തൊട്ടിട്ട് 1500 AD വരെയാണ്. അപ്പോ എന്താ വെച്ചാൽ അതില് ഈ ഒരു കാലഘട്ടമാണ് ശരിക്കും നമുക്ക് ഏറ്റവും കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ ഒരു ഭാരതീയ അങ്ങനല്ല ഈ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ട ദേവാലയങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളുടെ ഒക്കെ വലിയ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ അടയാളപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു കാലഘട്ടത്തിലാണ്. നമുക്ക് നോക്കുക, ആ കാലഘട്ടത്തിലുള്ള രാജാക്കന്മാരുടെ കൊട്ടാരോ ബാക്കിയുള്ളതൊക്കെ നശിച്ചു പോയിട്ടുണ്ടെങ്കിലും അടയാളപ്പെടുത്തി പോയിട്ടുള്ള വലിയ നിർമ്മിതികളൊക്കെ ഇന്നും നമുക്ക് വലിയ എന്താ പറയാ വലിയ ആകാംക്ഷ ജനിപ്പിക്കുന്ന വിധത്തിൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള ദേവാലയങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വിഷയം ഞാൻ പ്രധാനമായിട്ട് ഹിന്ദു കാലഘട്ടത്തെ പിന്നെ 3 തലങ്ങളായിട്ട് വേണമെങ്കിൽ പറയാം. ഒരു ഉത്തരേന്ത്യൻ തലം, മധ്യേന്ത്യൻ തലം, അതുപോലെ ദക്ഷിണേന്ത്യൻ തലം. ഈ 3 തരത്തിലുള്ള നിർമ്മാണ രീതികളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളുടെ പ്രത്യേകത ചെറിയ രീതിയിൽ ഞാൻ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഉത്തരേന്ത്യൻ ആയിട്ട് പറയുന്ന വളരെ പ്രാചീനമായിട്ട് പറയുന്നത്
ഒറീസയിലെ പരശുരാമ ക്ഷേത്രം, പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം, പിന്നെ ഖജുരാഹോ ക്ഷേത്രങ്ങൾ, കോണാർക്കിലെ സൂര്യക്ഷേത്രം, ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഈ ക്ഷേത്രങ്ങളൊക്കെ ആ ക്ഷേത്രം തന്നെ ഒരു ടെക്സ്റ്റാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അവിടെ ഉണ്ടാക്കിയ മാതൃകകളും അതിലുള്ള കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ ദേവാലയത്തിന്റെ അവയവങ്ങളൊക്കെ മറ്റു സ്ഥലത്ത് കണ്ടുവെങ്കിലും അവിടെയുള്ള ഇതൊക്കെ വളരെ വിശദമായിട്ട് അവിടെയുള്ള ഓരോന്നിന്റെ നിർമ്മാണത്തിന്റെ അളവുകളും കാര്യങ്ങളൊക്കെ കണക്കാക്കുമ്പോൾ അതിന്റെ വിളവുകളുടെ വലുപ്പം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കും. ഈ അളവ് എന്ന് പറയുന്ന സാധനം വിളവുണ്ടാക്കാനുള്ള ഒരു സാധനമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പറയുമ്പോൾ അളവിന്റെയും വിളവിന്റെയും ഇടയിൽ ചെറിയൊരു വര വീണിട്ടുണ്ട്. അതിന്റെ പേര് കളവ് എന്നാണ്. അത് വലിയ അപകടം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി നീളപ്പം നല്ല അളവുള്ള, നല്ല വിളവുള്ള, നല്ല നിർമ്മിതികളാണ് നല്ല അഴകുള്ള, നല്ല ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് പറയുന്നത് ഈ ഉത്തരേന്ത്യ ഇതിൻ്റെ അത്, പിന്നെ ദക്ഷിണേന്ത്യയില് പറയാ മധ്യേന്ത്യയിലും കൂടെയുള്ള കാര്യങ്ങളും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനമായിട്ട് പറയുന്ന മഹാരാഷ്ട്രയിലൊക്കെ വരുന്ന ഇപ്പൊ ഈ പിന്നെ അജന്ത എല്ലോറകളിൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള നിർമ്മിതികളൊക്കെ ഉണ്ട്. അതൊക്കെ ഏറ്റവും വലുതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദക്ഷിണേന്ത്യൻ രീതിയിൽ നമുക്ക് ഏറ്റവും പ്രബലമായിട്ട് പറയുന്നത് പല്ലവന്മാരുടെ കാലഘട്ടം, ചോളന്മാരുടെ കാലഘട്ടം, പാണ്ഡ്യന്മാരുടെ കാലഘട്ടം, ചാലൂക്യന്മാരുടെ കാലഘട്ടം, പിന്നെ പിന്നെ അതുപോലെ 2 ഹൊയ്സലാസിന്റെ കാലഘട്ടം, പിന്നെ ചാലൂക്യന്മാരുടെ കാലഘട്ടം, രാഷ്ട്രകൂടന്മാരുടെ കാലഘട്ടം, വിജയനഗരക്കാരുടെ കാലഘട്ടം. ഇതോടുകൂടി 15-ാം നൂറ്റാണ്ടെത്തും. ഇത്രയും കാലഘട്ടത്തിലെ നിർമ്മിതികൾ വളരെ എന്താ കാരണം വെച്ചാൽ ഇതൊക്കെ ഇതിന് ഓരോന്നിനും ശരിക്കും ഈ ഓരോ ടോപ്പിക്കും അതിന്റെ അവിടെയുള്ള നിർമ്മിതിയും കാര്യങ്ങളും പറയണേ തന്നെ നമുക്ക് നല്ല ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പിന്നെ അതൊക്കെ ഒന്ന് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ നോക്കാനുള്ള ധാരാളം കൃതികളും നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഉദാഹരണവും കാര്യങ്ങളും ഒന്ന് പറഞ്ഞു പോവാം. പല്ലവന്മാരുടെ ഏറ്റവും വലിയ നിർമ്മിതി എന്ന് പറയുന്നത് മഹാബലിപുരത്തുള്ള അവശേഷങ്ങൾ, കൈലാസനാഥൻ, കാഞ്ചിയിലെ കൈലാസനാഥൻ എന്ന് പറയുന്ന ക്ഷേത്രം, ഇതൊക്കെ ഏകദേശം നമുക്ക് പറയുന്ന ഏകദേശം ഒരു 6-ാം നൂറ്റാണ്ട് തൊട്ടിട്ടുള്ള നിർമ്മിതികൾ ഏറ്റവും പ്രാചീനമായിട്ടുള്ള നിർമ്മിതിയുണ്ട്. കേരളത്തിലും ആ കാലഘട്ടത്തില് വിഴിഞ്ഞത്തുള്ള ഗുഹാക്ഷേത്രവും അതുപോലെ കല്ലമ്പലത്തിലെ അതൊക്കെ പിന്നെ ബൗദ്ധന്മാരുടേതാണെന്ന് പറയുന്നു. അപ്പൊ അതുപോലെ പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. ശരി, ഓക്കെ. അതിനടുത്തത് ചോളന്മാരുടെ കാലഘട്ടം. ചോളന്മാരുടെ ഏറ്റവും വലിയ പല കാലഘട്ടങ്ങളിലായിട്ട് നിർമ്മാണ പ്രക്രിയ നടന്ന ഒരു വലിയ ക്ഷേത്രമാണ് തഞ്ചാവൂരിലെ ശിവക്ഷേത്രം എന്ന് പറയുന്നത്. ഒരുപാട് തരത്തിലുള്ള പ്രത്യേകതകൾ അതിനുണ്ട്. അത് നമ്മൾക്ക് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. പിന്നെ പാണ്ഡ്യന്മാരുടെ കാലഘട്ടം, അടുത്ത ആൾക്കാർ പാണ്ഡ്യം. ഇതിന് മൊത്തം സംഘകാലത്തെ തമിഴകം എന്നാണ് പറയാം. ഒരു 8-ാം നൂറ്റാണ്ടിലെ കാലഘട്ടമാണ് ഈ പറയുന്നത്. ഇതിൻ്റെ അകത്ത് മധുര മീനാക്ഷി ക്ഷേത്രം, ശ്രീരംഗനാഥ ക്ഷേത്രമൊക്കെ ഈ പാണ്ഡ്യന്മാരുടെ നിർമ്മിതിയിൽ പ്രസിദ്ധമായിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് ചാലൂക്യന്മാരുടേതാണ്. ചാലൂക്യന്മാര് തമിഴ്നാട് നിന്ന് മാറി കർണാടകത്തിലെത്തി. ചാലൂക്യന്മാരും ഹൊയ്സലാസും ഒക്കെ കർണാടകത്തിലുള്ളതാണ്. അതിൽ അവരുടെ പ്രസിദ്ധമായിട്ടുള്ള 2 കാര്യങ്ങൾ ഹളിബീഡുവിലെ ക്ഷേത്രവും അതുപോലെ ബേലൂർ ശിവക്ഷേത്രവും. ഈ 2 ക്ഷേത്രങ്ങളാണ് പ്രസിദ്ധമായിട്ടുള്ളത്. പിന്നെ ഉള്ളത് 15-ാം നൂറ്റാണ്ടിലുള്ള വിജയനഗര സാമ്രാജ്യം. ഹംപിയിലെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഹരിഹരൻ ബുക്കന്മാര് തുടങ്ങിയിട്ട് പിന്നെ കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അവിടെ ഏറ്റവും പ്രസിദ്ധമായിട്ട് നമുക്ക് ക്ഷേത്രങ്ങൾ മാത്രമല്ല, അവിടെയുള്ള ടൗൺ പ്ലാനിങ്, അതുപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ വാസ്തുവായിട്ട് അല്ലെ ടെക്നിക്കൽ ലിറ്ററേച്ചർ തത്ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ചരിത്രം എന്ന് പറയുന്ന വിഷയങ്ങൾ. അപ്പൊ ഞാൻ ആമുഖം 2 വരി പറഞ്ഞു. ചരിത്രം ഞാൻ ഒരു 15-ാം നൂറ്റാണ്ട് വരെ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഇനിയും ധാരാളമുണ്ട്. പിന്നെ ഇനി ഇതിന്റെ സബ്ജക്ട് മാറ്റർ അതും വളരെ നമ്മളൊരു 10-11 ടെക്സ്റ്റിൽ ശരിക്കും പ്രധാനമായിട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ തിരുമംഗലത്ത് നീലകണ്ഠന്റെ മനുഷ്യാലയ ചന്ദ്രിക എന്ന് പറയുന്ന കൃതിയാണ്. അതിനെ ആധാരാക്കിയിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ അതുപോലെ തന്ത്രസമുച്ചയം, അങ്ങനെ കുറച്ച് കൃതികളിലൊക്കെ ശില്പഭാഗങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യാലയ ചന്ദ്രിക പൂർണ്ണമായിട്ടും ഇതിനകത്ത് തന്നെ ഉള്ളതാണ്. ശരി, അപ്പം ഇതിനകത്ത് പറയുന്ന വിഷയങ്ങളെ വളരെ ചുരുക്കിയിട്ട് മാത്രം ഇന്നതാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് മാത്രം വളരെ ചുരുക്കിയിട്ട് അതിൻ്റെ അകത്ത് അധ്യായങ്ങൾ കണക്കാക്കി പറയുന്നില്ല, അടിസ്ഥാന വിഷയങ്ങൾ മാത്രം കണക്കാക്കി പറയാം. അപ്പം വാസ്തുവിലെ വിഷയങ്ങളെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കണം. ഒന്ന് എന്താ വെച്ചാൽ പിന്നെ ഭൂമിയെ നമ്മൾ പറയുന്ന സ്പേസ് മാനേജ്മെന്റ്, സെലക്ഷൻ ഓഫ് ലാൻഡ് എന്ന് പറയും, ഭൂമിയെ കണക്കാക്കൽ.
പിന്നെ പറയാ കളക്ഷൻ ഓഫ് മെറ്റീരിയൽ, നിർമ്മിക്കാനുള്ള വസ്തുക്കളെ കളക്ട് ചെയ്യുന്ന ഒരു തലം. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതാണ്. കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ് എന്ന് പറയുന്ന ഈ 3 തലം വാസ്തുവിദ്യയിലുണ്ട്. ഈ വാസ്തുവിദ്യയുടെ വിഷയങ്ങളായിട്ടുള്ളത് നമുക്ക് ഭൂമി വാസ്തു, ഹർമ്മ്യ വാസ്തു, പര്യങ്ക വാസ്തു, 3 വിഷയങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഭൂമി വാസ്തുവിന് നമുക്ക് അനൂപം, ജംഗളം, സാധാരണം എന്നിങ്ങനെ ജലത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഭൂമിയെ ജലപ്രധാനം, സ്ഥലപ്രധാനം എന്ന് പറയാറുണ്ട്. അപ്പൊ എപ്പോഴും നമ്മളെ ജീവിത രീതി കണക്കാക്കിയിട്ട് വാസ്തുവിദ്യയെ കണക്കാക്കുമ്പോൾ ജീവിക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വിഷയമാണ് ജലം എന്ന് പറയുന്നത്. വെള്ളം കൂടിയാലും കുറഞ്ഞാലും വെള്ളത്തിലാവുന്നതാണ് ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് വെള്ളം എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, സന്തുലിതമായ മനസ്സിന്റെ അവസ്ഥയും പോലെ തന്നെയാണ് പ്രകൃതിയുടെ സന്തുലിതമായ അവസ്ഥയും കണക്കാക്കാൻ എല്ലാ ഭൂതങ്ങളും വേണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ജീവന്റെ സ്രോതസ്സായിട്ടുള്ള ജലത്തെ പ്രധാനമായിട്ട് പല ആചാര്യന്മാരും പറഞ്ഞു കാണുന്നുണ്ട്. ശരി, ഓക്കെ. ഇതിൻ്റെ അകത്ത് നമുക്ക് അനൂപം, ജംഗളം, സാധാരണ എന്ന് പറയുന്ന 3 തരത്തിലുള്ള ഭൂമി. ഇപ്പോ ഇതിന്റെ അകത്ത് തന്ത്രസമുച്ചയത്തിലാണെങ്കിൽ സുഭദ്ര, പത്മ, ധൂമ്ര, പൂർണ്ണ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു കാറ്റഗറി പറയുന്ന പോലെ ഇതിന്റെ അകത്ത് മനുഷ്യാലയ ചന്ദ്ര പോലുള്ള അനൂപം, ജംഗളം, സാധാരണം എന്ന് പറഞ്ഞു. ഇതിന്റെ അകത്ത് അനൂപമായിട്ടുള്ള വളരെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ലാൻഡ്, അതുപോലെ ജംഗളം എന്ന് പറയുന്നത് ശരിക്കും ഊഷറായിട്ടുള്ള ഭൂമി, ജലാംശം ഇല്ലാത്ത സ്ഥലം. സാധാരണ എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്ഥലം, ജലമുണ്ട് എന്നാൽ കുറച്ച് ഊഷരായി, രണ്ടും കൂടിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് അടിസ്ഥാനമായിട്ട് ഭൂമിയെ കുറിച്ചിട്ടുള്ള, ഭൂമിയുടെ ഘടനയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന് പിന്നെ സാങ്കേതികമായിട്ട് പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ചേർത്ത് പലതരത്തിലുള്ള കാര്യങ്ങളും ഇതിനോട് അനുബന്ധമായിട്ട് പറയാറുണ്ട്. സാധാരണ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ആയുർവേദം ഉപയോഗിക്കുന്നത് പോലെ തന്നെ പ്രാചീനമായിട്ടുള്ള ശാസ്ത്രങ്ങളിലൊക്കെ തന്നെ ഭൂതവിദ്യ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. എല്ലാവർക്കും അറിയണ്ടാവും. എന്താ വെച്ചാല് നമ്മളൊരു മരുന്ന് കഴിക്കുമ്പം നന്നായിട്ട് കുടുംബത്തിലെ പരദേവതയും കൂടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. എന്ന് വെച്ചാൽ ശരീരത്തിന് പിടിക്കാൻ മനസ്സിനെ കണക്കാക്കാവുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നമ്മൾ പറയുമല്ലോ അതൊക്കെ. എന്നുവെച്ചാൽ ശ്വാസം എന്ന് പറയുന്നതാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ശ്വാസം കുറച്ച് പ്രശ്നമായി കഴിഞ്ഞാൽ മനുഷ്യനുണ്ടാവുന്നതിന്റെ പേരാണ് ദീർഘനിശ്വാസം എന്ന് പറയുന്നത്. ശ്വാസോച്ഛ്വാസത്തിന്റെ ഘടന വ്യത്യാസം വരുമ്പോൾ ദീർഘനിശ്വാസം ഉണ്ടാവും. അപ്പൊ ദീർഘനിശ്വാസം ഉണ്ടാവുമ്പം ആരെങ്കിലും അയാളെ ആശ്വസിപ്പിക്കണം, എന്നാലേ അയാളെ ശ്വാസം നേരെയാവും എന്ന് പറയും പഴയ ആൾക്കാർ. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. ശരി, ആയിക്കോട്ടെ. ഞാൻ പറയുന്ന വെച്ചത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഈ വിശ്വാസങ്ങളൊക്കെ ആശ്വാസങ്ങളാണ്. ആശ്വാസങ്ങളൊക്കെ ശ്വാസം നേരെയാവാനുള്ളതാണ്. ശ്വാസം നേരെയാവാനുള്ള വിശ്വാസമാണ് ജീവിതം എന്ന് തിരിച്ചറിയണം. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ശ്വാസോച്ഛ്വാസം ക്രമമാവുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളതാണ് വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. വിശ്വാസം എന്നുള്ളത് അത് ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്രിയകളൊക്കെ നിജപ്പെടുത്തിയിട്ടുള്ളത്. ക്രിയയുടെ അടിസ്ഥാനം വിശ്വാസം തന്നെയാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ ഭൂമിയിലുള്ള പ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ ചെറിയ ഇതിന് പരീക്ഷ നടത്തൽ, ഭൂപരിഗ്രഹം ചെയ്യൽ, ദിക്കിനെ നിർണയിക്കൽ, മർമ്മകൽപ്പന ചെയ്യൽ, വീഥികൽപ്പന ചെയ്യൽ, ഖണ്ഡകൽപ്പന ചെയ്യൽ, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഭൂമിയെ നിർമ്മാണത്തിന്റെ തലം വരെ, പിന്നെ വാസ്തുപുരുഷൻ സങ്കല്പം, അങ്ങനെയൊക്കെ ഒരുപാട് തലങ്ങളുണ്ട്. ഇതിനെ ഏകദേശം ഒന്ന് നിർമ്മാണ പ്രവർത്തനത്തിന് പാകത്തിനാക്കലാണ് ഈ ഭൂമി ആദ്യത്തെ സ്പേസ് മാനേജ്മെന്റിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഭാഗം ഈ വാസ്തുവിദ്യയിൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഹർമ്മ്യവാസ്തുവാണ്. ഹർമ്മ്യം എന്ന് പറഞ്ഞത് 2 തരത്തില് ഹർമ്മ്യത്തെ കണക്കാക്കാം. ദേവാലയം എന്നും മനുഷ്യാലയം എന്നും. ഇതിനകത്ത് അനവധി നിർമ്മാണ പ്രക്രിയകളുടെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ മനുഷ്യാലയ ചന്ദ്രയൊക്കെ ആണെങ്കിൽ 7 അധ്യായത്തിൽ ആചാര്യൻ വെച്ചാൽ ദേവതയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവസാന ഗൃഹപ്രവേശം വരെയുള്ള കാര്യങ്ങൾ വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ചെറിയൊരു കാലം കൊണ്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് സൂചിപ്പിച്ച് മാത്രം പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഭാഗം ഞാൻ പറയാണ്. ഭൂമി വാസ്തു കഴിഞ്ഞാൽ ഹർമ്മ്യവാസ്തു. ഹർമ്മ്യത്തെ 2ആയിട്ട് കണക്കാക്കുന്നുണ്ട്. പ്രാസാദത്തെ ദേവാലയം എന്നും മനുഷ്യാലയം എന്നും കണക്കാക്കുന്നുണ്ട്. 2 തരത്തിലാണ്. ഇതിൻ്റെ അകത്ത് ദേവാലയത്തെ അടിസ്ഥാനമായിട്ട് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അല്പപ്രാസാദം, മഹാപ്രാസാദം, ക്ഷേത്ര സമുച്ചയം. ഇത് കൂടാതെ പ്രാദേശികമായിട്ട് വ്യത്യാസങ്ങളുള്ള ഒട്ടനവധി ദേവാലയങ്ങളും നിർമ്മാണങ്ങളും ഉണ്ട്. അതിനൊക്കെ അതാത് യുണീക്കായിട്ടുള്ള അതാത് കാര്യങ്ങളുടെ ഐഡന്റിറ്റി ഉണ്ട്, പ്രത്യേകതകളുണ്ട്, അളവ് കൊണ്ട് വ്യത്യാസമുണ്ട്.
രൂപങ്ങൾ കൊണ്ട് വ്യത്യാസമുണ്ട്, ശൈലികൾ കൊണ്ട് വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിനെ സാമാന്യമായിട്ട് നമ്മൾ ഈ 3 തലത്തിൽ പറയുന്നു എന്ന് മാത്രം. അപ്പൊ സാധാരണഗതിയിൽ കുഞ്ഞു കാവുകൾ തൊട്ടിട്ട് വലിയ ടെമ്പിൾ കോംപ്ലക്സ് പോലെയുള്ള കാര്യങ്ങൾ ഉള്ളതാണ് ശരിക്കും 3 തരത്തിലുള്ള ദേവാലയങ്ങൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഇവയുടെ നിർമ്മാണ രീതികൾ, വിഗ്രഹങ്ങൾ, അവയുടെ അളവുകൾ, ശിവലിംഗത്തിന്റെ പ്രത്യേകത. അതൊക്കെ ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പോലെ അഷ്ടബന്ധം, അതുപോലെ എന്തൊക്കെ തരത്തിലുള്ള പിന്നെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കേണ്ടത്, ശിലാലോഹം, ലേഖ്യം എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളൊരു ഏകദേശം ഒന്ന് പരിചയപ്പെടുത്തൽ എന്നുള്ളത് കൊണ്ട് ചെറിയ രീതിയിൽ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും കാര്യമാണ് ദേവാലയത്തിൽ പറയുന്നത്. ഇനി അടുത്തത് മനുഷ്യാലയം എന്ന് പറയുന്നത്. മനുഷ്യാലയത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് വളരെ വ്യത്യസ്തങ്ങളായ ശാലകളെ കുറിച്ചുള്ള നിർമ്മാണമാണ്. ഏകശാല, ചതുശാല, അഷ്ടശാല, അങ്ങനെ പലതരത്തിലുള്ള. പിന്നെ ശാലകൾ മാത്രമല്ല, പിന്നെ ഇപ്പൊ സമരാങ്കണ സൂത്രധാരം പോലെയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അശ്വശാല, ഗജശാല, അതുപോലെ വലിയ ഹാളുകള്, ടൗണുകള്, പിന്നെ കോട്ടകള് ഒക്കെ ഉണ്ടാക്കുന്ന പ്രത്യേക തരത്തിലുള്ള രീതികളൊക്കെ ഭോജന്റെ സമരാങ്കണ സൂത്രധാരം എന്ന് പറയുന്ന കൃതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടിസ്ഥാനമായിട്ട് നമ്മൾ പറയുന്നത് മനുഷ്യനും മനുഷ്യന്റെ അടുത്തും ചുറ്റുപാടുകളിലും വേണ്ട, താമസിക്കാൻ വേണ്ട ഒരു രീതികളെ അറേഞ്ച് ചെയ്യൽ മാത്രമാണ് ഇതിൻ്റെ അകത്ത് പറയുന്ന മനുഷ്യാലയത്ത് പറയുന്ന കാര്യങ്ങൾ. പിന്നെ പര്യങ്ക വാസ്തു എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ വാഹനങ്ങള്, രഥങ്ങൾ ഉണ്ടാക്കുന്ന രീതികൾ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ ചെയറുകള്, അതുപോലെ ആഭരണങ്ങള്, ഡ്രസ്സുകള്, ഇതൊക്കെ വളരെ വലിയ ബൃഹത്തായിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ഒരുപാട് കൃതികളിൽ. അപ്പം ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ പിന്നെ ഒരു ആമുഖമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, ചരിത്രമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, കൃതികളുടെ പുസ്തകത്തിലെ പ്രധാനമായിട്ടുള്ള വിഭാഗങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു, സാമാന്യമായ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനപ്പെട്ട കൃതികളെ ഞാൻ സമഗ്രമായിട്ടേ പറയുന്നുള്ളൂ. അതൊരു കാലഘട്ടം തിരിച്ചിട്ടൊന്നും പറയുന്നില്ല. കുറച്ച് കൃതികളുടെ പേര് ഇതും പറയാം. അതിനകത്ത് വരാഹമിഹിരന്റെ ബൃഹത് സംഹിത, ഈശാന ഗുരുദേവന്റെ ഈശാന ശിവഗുരുദേവ പദ്ധതി, പിന്നെ ചേനാസ് നാരായണൻ നമ്പൂതിരിയുടെ മാനവവാസ്തു ലക്ഷണം. അത് യഥാർത്ഥത്തിൽ അത് മാനുസ്ക്രിപ്റ്റ് മാത്രമേ ഉള്ളൂ, ഇപ്പം ടെക്സ്റ്റ് ആയിട്ടുണ്ട്. അതിനെ ഞാൻ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊരു 5 വർഷത്തെ ഒരു പ്രൊജക്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതുകൊണ്ട് അത് ഒരു 3 മാനുസ്ക്രിപ്റ്റ് ആണ് നമുക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയത്. അത് ഏകദേശം 1426 അതിൻ്റെ അകത്ത് കാണുന്ന കാലഘട്ടം കാണുന്നത്. അതിനെ നമ്മളിപ്പം പരിഭാഷപ്പെടുത്തി പുസ്തകമായിട്ട് നമുക്ക് കിട്ടാൻ പാകത്തിനാക്കിയിട്ടുണ്ട്. പിന്നെ തിരുമംഗലത്ത് നീലകണ്ഠന്റെ മനുഷ്യാലയ ചന്ദ്രിക, വാസുദേവ കൊടയൂരുടെ കൊടയൂർ ഭാഷ, അതിനകത്ത് കുറച്ച് ഭാഗം, അതുപോലെ ചേനാസ് നാരായണൻ നമ്പൂതിരിയുടെ തന്നെ അത് ഏകദേശം 15-ാം നൂറ്റാണ്ടിൽ ആയിട്ടുണ്ട് അപ്പുറത്തേക്ക്. പിന്നെ തന്ത്രസമുച്ചയം എന്ന് പറയുന്ന കൃതി, പിന്നെ മയമതം മയമുനിയുടെ, വിശ്വകർമ്മീയം വിശ്വകർമ്മ മുനിയുടെ, പ്രയോഗമഞ്ജരി രവി എന്ന് പറയുന്ന ആളുടെ പ്രയോഗമഞ്ജരി, അതുപോലെ മാനസാര മുനിയുടെ, പിന്നെ ശില്പരത്നകോശം, അത് കുറച്ച് വളരെ പഴക്കം കുറഞ്ഞതാണ്, സ്ഥപക നിരഞ്ജൻ എന്ന് പറയുന്ന ഒറീസൻ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സാമാന്യമായിട്ട് വളരെ ചുരുക്കിയിട്ട് എനിക്ക് പറയാനുള്ളത്. വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ വെറുതെ നമ്മൾ ഒരു ഒരു വാസ്തു എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളൊരു ചെറിയ യാത്ര നടത്തുമ്പോൾ നമ്മൾ കാണുന്ന ബാഹ്യമായി കാണുന്ന ഒരു കുഞ്ഞു കുഞ്ഞു കാഴ്ചകളെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. എല്ലാവരോടും എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് ഈ ഒരു അവസരത്തിൽ. അത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സമയം എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഏകദേശം ഞാൻ കണക്കാക്കിയത് ഒരു അരമണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറയാം. വെറുതെ പറഞ്ഞു പോവാം. സാധാരണ പഴയ ആൾക്കാർ പറയും വെറുതെ പറഞ്ഞു പോകണം, വെറുതെ കേട്ടു പോകണം, എന്നാൽ കണ്ടത് പലതും മനസ്സിൽ കൊണ്ടുപോകാം എന്ന്. അതാണ് യഥാർത്ഥത്തിൽ ശരിക്കും നമുക്ക് വേണ്ട ഒരു മനസാന്നിധ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇനി എന്തെങ്കിലും പറയുകയാണെങ്കിൽ. ഭാരതത്തിലെ വാസ്തു സമ്പ്രദായവും അല്ലെങ്കിൽ ഭാരതത്തിന് പുറത്തുള്ള വാസ്തു സമ്പ്രദായവും തമ്മിൽ എന്തെങ്കിലും സാമ്യം ഇപ്പൊ പറഞ്ഞല്ലോ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് വാസ്തു എന്ന് പറഞ്ഞു. അപ്പോ അതുകൊണ്ട് തന്നെ ഭാരതീയമായ വാസ്തുശില്പകലയും ഭാരതത്തിന് പുറത്ത്
ഇപ്പൊ മറ്റേ സംസ്കാരത്തിൽ വളർന്നു വന്നിട്ടുള്ള വാസ്തു സമ്പ്രദായം ഉണ്ടാവുമല്ലോ, അതിനെ എങ്ങനെയെങ്കിലും കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അവ തമ്മിൽ വലിയൊരു വ്യത്യാസം, അന്തരം, അങ്ങനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? അത് എന്താ കാരണം എന്നറിയാം, നമ്മളിപ്പോ ഓരോ കാലഘട്ടത്തിലും ഇതിന്റെ ഒരു പരിണാമം എന്ന് പറയുന്നത്, ഒരു ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പൊ വല്ലാതെ വ്യത്യാസമാണ്. ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ വളരെ പ്രാചീനമായിട്ട് പറയുമ്പോഴും ഇപ്പം ഭാരതത്തിന് പുറത്തുള്ള ഇപ്പൊ ശരിക്ക് റോമൻ സംസ്കാരത്തിലൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ശരിക്കും നമ്മള് പാർത്ഥനൻ ദേവാലയം, അപ്പൊ ഒരേ കാലഘട്ടത്തിൽ ലോകത്തെ എല്ലാ സ്ഥലത്തും നിർമ്മിതികൾക്കൊക്കെ ഒരു സാമാന്യമായ ഒരു ഇതുണ്ട്. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണമാണ് പറയാം. എന്താ കാരണം എന്നറിയോ, ഇപ്പൊ ഏത് സ്ഥലത്ത് ഉള്ള പ്രതിമകൾ നിർമ്മിക്കുമ്പോഴും പ്രതിമ നിർമ്മിക്കുന്നതിന്റെ ഒരു ഇതായിട്ട് മാനമായിട്ട് അവർ കണക്കാക്കിയിരിക്കുന്നത് ഒരു മനുഷ്യന്റെ, ഏത് ജീവിയാണെന്ന് വെച്ചാൽ ആ ജീവിയുടെ ഒരു സ്ട്രക്ചർ കണക്കാക്കിയിട്ട്. ഇപ്പൊ ഉദാഹരണത്തിന് മനുഷ്യനാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി, പിന്നെ ഈ ഒരു കൈന്റെ നടുക്കുള്ള വിരൽ തൊട്ടിട്ട് ഇവിടം വരെയുള്ള ഭാഗം നിങ്ങളെ മുഖത്തേക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് മുഖത്തിന്റെ അളവായിരിക്കും. ഒരുവിധ എല്ലാ ആൾക്കാരുടെയും മുഖത്തിന്റെ അളവായിരിക്കും. അതുപോലെ വിരല്, പിന്നെ ചൂണ്ടുവിരലിന്റെ രണ്ടാമത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് മൂക്കിന്റെയും ചെവിയുടെയും കണ്ണിന്റെയും അളവ് ഒന്നായിരിക്കും. അതുപോലെ ഞാൻ യുണീക്കായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അതുപോലെ പാദം നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഈ ചെറുവിരൽ തൊട്ടിട്ട് ഈ വലിയ വിരൽ തൊട്ട് നെരിയാണി തൊട്ടിട്ട് ചെറുവിരൽ വരെയുള്ളതായിരിക്കും അയാളുടെ ഒരു പാദം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, പിന്നെ പ്രാചീനമായിട്ട് ജൈനന്മാരുടെ ഗോമടേശ്വരന്റെ ഒക്കെ പ്രതിമ ഉണ്ടാക്കാന്ന് വിചാരിക്കാം. ആ പ്രതിമ ഉണ്ടാക്കുന്ന പ്രൊപ്പോർഷൻ എന്ന് പറയും. നമുക്കിപ്പം ദശതാല ബിംബം, ഏകാദശതാല ബിംബം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുക. അപ്പൊ ഈ ഒരു മാനം കൃത്യമായിട്ട് പാലിച്ച്, ഈ ഒരു അളവ് കൃത്യമായി പാലിച്ചിട്ടാണ് പ്രതിമകളൊക്കെ പലതും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ചിത്ര രചന ചെയ്യുന്ന ആൾക്കാരുടേതാണെങ്കിലും അതുപോലെ ഈ ശില്പം ഉണ്ടാക്കുന്ന ആൾക്കാർ, ഇപ്പൊ എനിക്ക് കുറച്ച് ഇടപെടാൻ പറ്റിയൊരു ഭാഗ്യം എന്ന് ഞാൻ പറയുന്നത്, എന്നിട്ട് ഈ വിഷയത്തിലേക്ക് വരാം. ചോദിച്ചതിനടുത്തേക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോ പണ്ട് കുംഭകോണത്തുണ്ടായിരിക്കുന്ന ഗണപതി സ്ഥപതി എന്ന് പറഞ്ഞിട്ട് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ശില്പി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരുമകൻ ഇപ്പം ഭാരതി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അതുപോലെ തഞ്ചാവൂരുള്ള കുറച്ച് ശില്പികളുണ്ട്. ഇവരൊക്കെ എന്താന്ന് വെച്ചാല് ഇവർക്കൊക്കെ കൈക്കണക്കുകൾ പറയുന്ന അവരുടെ ഭാഷയിലുള്ള കുറെ പുസ്തകങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, നഖം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോ ശരിക്കും ഏതെങ്കിലും ഒരു ദേവാലയത്തിന്റെ ഒരവയവം കണ്ടു കഴിഞ്ഞാൽ, ഒരു ബലിക്കല്ല് കണ്ടു കഴിഞ്ഞാൽ, ദേവാലയത്തിന്റെ പൂർണ്ണമായ വിഷയങ്ങൾ എത്ര അളവിൽ എത്ര വിസ്തൃതിയിൽ ഈ ദേവാലയം ഉണ്ടായിട്ടുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഉപാധി പ്രാചീന കാലത്തുണ്ടായിരുന്നു അത്രേ. അപ്പൊ ഇതിന്റെ പ്രൊപ്പോർഷൻ, ഈ കാര്യങ്ങളുടെ പ്രൊപ്പോർഷൻ ഇപ്പൊ കേരളത്തിൽ എനിക്ക് തോന്നുന്ന വെച്ചാല് വടക്കേ മലബാറിൽ കോട്ടയം രാജാവിന്റെ തൃക്കൈക്കുന്ന് ശിവക്ഷേത്രത്തിൽ മാത്രമാണ് ഏറ്റവും വലിയ ബലിക്കല്ല്, വലിയ ബലിക്കല്ലല്ല, ചെറിയ ബലിക്കല്ല് ഏറ്റവും കൃത്യമായി അവയവം പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയത് ആ ക്ഷേത്രത്തിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഒരുവിധം കേരളത്തിലെ എല്ലാ ക്ഷേത്രത്തിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ആ ക്ഷേത്രത്തിലുള്ള ചെറിയ ബലിക്കല്ലുകൾ വളരെ ആ ദേവാലയത്തിന്റെ ഒരു നിർമ്മാണ രീതിക്ക് അനുസരിച്ച് ആ അളവിന്റെ പ്രൊപ്പോർഷനായിട്ട് ഉണ്ടാക്കിയാണ്. എന്താ കാരണം വെച്ചാൽ ദേവാലയത്തിനും പ്രത്യേകതയുണ്ട്. ആ ദേവാലയം എന്ന് വെച്ചാൽ ഒരു 7 അടിയോളം ഹൈറ്റിലുള്ള ഒരു തറയുടെ മുകളിലാണ് ദേവാലയം മുഴുവൻ നിൽക്കുന്നത്. അതുപോലെ വേറെ ഒരു ദേവാലയവും ഇല്ല കേരളത്തിൽ. അപ്പൊ ഇങ്ങനെ ഓരോ തരത്തിൽ അതുപോലെ ഓരോ ഇപ്പൊ ഇനിയിപ്പോ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഉത്തരേന്ത്യൻ സ്റ്റൈലോ അല്ലെങ്കിൽ ഇവിടെ ദക്ഷിണാദ്യൻ സ്റ്റൈലോ ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഗോപുരങ്ങളോട് കൂടിയ ക്ഷേത്രങ്ങൾ ഉണ്ടാവുക. അതുപോലെ നമ്മുടെ നാട്ടില് കേരളത്തില് അതിന് ഈ എന്താ പറയാ ഗർഭഗൃഹം, അതുപോലെ പ്രാകാരം വരെയുള്ള ഘടന എന്നുള്ളത് എല്ലാ ക്ഷേത്രങ്ങളിലും, ഈ പ്രാചീന ക്ഷേത്രം ഉത്തരേന്ത്യയിലാണെങ്കിലും ഇവിടെ വരെയുള്ള ദേവാലയങ്ങൾക്ക് പൊതുവെ കാണുന്നതാണ്. അതുപോലെ ചില ഉപപീഠ വിധികൾ, ഇതിനൊക്കെ ചില സാമാന്യമായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വിഗ്രഹ നിർമ്മാണങ്ങളിലും ചില തരത്തിലുള്ള സമാനതകളുണ്ട്. അതുപോലെ പിന്നെ നമ്മൾ തറ ഉണ്ടാക്കുമ്പോൾ തറയെ അംശിക്കുന്ന 7ലും 5ലും പിന്നെ 16ലും ഒക്കെ പലതരത്തിൽ അംശിക്കുന്ന തലങ്ങളുണ്ട്. പിന്നെ വെച്ചാൽ പാതുകം തൊട്ടിട്ട് ഗളം വരെ അംശിക്കുന്ന കണക്കുകളിലൊക്കെ മെഷർമെന്റിലൊക്കെ സമാനതകൾ കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് തരത്തില് ഈ ഒരു സമാനതകൾ പാശ്ചാത്യ സംസ്കാരത്തിലും ഇത്തരം രീതികളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരം രീതികൾ നമുക്ക് കാണാൻ കഴിയും. ഇത്രയാണ് അത്. നമ്മളിപ്പോ യാത്ര ചെയ്തു വരുന്നതിനനുസരിച്ച് നമ്മളിപ്പോ ആദ്യം നമ്മൾ സ്കൂട്ടർ വാങ്ങിക്കുന്നു, പിന്നെ നമ്മൾ സാധാരണ കാർ വാങ്ങിക്കുന്നു. അടിസ്ഥാനം യാത്ര തന്നെയാണ്, പക്ഷെ അതിൻ്റെ അകത്തുള്ള സൗകര്യം, നമുക്കുണ്ടാവുന്ന അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ പഴയ ആൾക്കാർ പറയും, ഈ അറിവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. അറിവിനെ നമ്മൾ എങ്ങനെയാ കാണുന്നത് പറയാൻ പറ്റുമോ?
ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കുക, അറിവ് എന്നുള്ള 3 അക്ഷരത്തെ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? എന്താണ് അറിവ് എന്ന് ചോദിച്ചാൽ എങ്ങനെയാ നമ്മൾ പറയാ? ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ പൊട്ടത്തരം പറയാം. അറിവ് എന്ന് പറയുന്നത് നമ്മൾ അറിവില്ലായ്മയെ തിരിച്ചറിയാനുള്ള അറിവാണ്. നമ്മളെ അറിവില്ലായ്മ, നമ്മളെ പോരായ്മ എപ്പോഴും നമുക്ക് തിരിച്ചറിയാനുള്ള പ്രാപ്തി ഉണ്ടാവുന്നു, ബോധ്യം ഉണ്ടാവുന്നു. അതാണ് യുണീക്കായിട്ടുള്ള അറിവ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അറിയും തോറും നമ്മൾ അറിവില്ലായ്മ അതിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അത് വേദാന്തികളുടെ പറഞ്ഞൊരു ട്രഡിഷൻ ഉണ്ട്, അതാണ് ഏറ്റവും വലുത്. ഞാൻ പിന്നെ ഈ സംസ്കൃതവും അതുപോലെ ശ്ലോകങ്ങളൊന്നും വേണ്ടാന്ന് വിചാരിച്ചാണ്. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവുന്നത് നമ്മൾ കുറച്ച് പറയുന്നു. അപ്പൊ എപ്പോഴും അങ്ങനെയാ പറയാം. എന്ന് വെച്ചാൽ നമ്മൾ അറിവില്ലായ്മയെ തിരിച്ചറിയാനുള്ള അറിവാണ് നമ്മുടെ പ്രാപ്തി എന്ന് പറയും. നമ്മളെ പോരായ്മ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് പ്രാപ്തി ഉണ്ടാവുക. അപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ നമ്മളെ ശ്രീകുമാർ ആരോ ഇതിന്റെ തുടക്കത്തിൽ ഒരു കാര്യം പറയുന്ന കേട്ടി. എന്താ വെച്ചാൽ പാരലൽ കോളേജിൽ പഠിപ്പിച്ച അധ്യാപകന്റെ ഒരു ക്ലാസ്സിനെ കുറിച്ച് ഞാൻ ഇടയിൽ ഒരു ആദ്യമായിട്ട് വന്ന് കയറി പറയരുതല്ലോ എന്ന് ചോദിച്ചാൽ, എന്താ വെച്ചാൽ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ആളെ കൂടെ ജീവിക്കുന്ന ആളാണ് പിന്നെ മറ്റുള്ളവരുടെ വിഷമം തിരിച്ചറിയുന്നത്. അത് വളരെ എളുപ്പമുള്ള കാര്യമല്ല, അത് വലിയ വിഷമമുള്ള കാര്യമാണ്. ആ വിഷമം തീർക്കാനാണ് ശരിക്കും ഒരു അധ്യാപകൻ ഉണ്ടാവേണ്ടത്. അവിടെയാണ് അധ്യാപകന്റെ വെളിച്ചവും പ്രകാശവും എന്ന് പറയുന്നത്. നമ്മൾ മുമ്പിലിരിക്കുന്ന ആളുടെ വിഷമം തിരിച്ചറിയലാണ് നമ്മൾ വലിപ്പം എന്ന് പറയുന്നത്. ശരിക്കും പ്രാചീന കാലത്ത് ഉള്ള പോലെയുള്ള അറിവല്ല ഇപ്പോൾ ഉള്ള കാലത്ത്. അറിവ് എന്താണെന്നറിയോ? മണിയടിക്കുമ്പോൾ അധ്യാപകൻ ക്ലാസ് പോവും, മണിയടിക്കുമ്പോൾ വിദ്യാർത്ഥികളും ക്ലാസ് പോവും, മണിയടിക്കുമ്പോൾ അധ്യാപകനും വിദ്യാർത്ഥികളും ക്ലാസ് നിർത്തും. യഥാർത്ഥത്തിൽ അധ്യാപകനും വിദ്യാർത്ഥിക്കും ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, പ്രോബ്ലം ഓഫ് മണി. ലെസൺ ആൻഡ് ലിസൺ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമേ അല്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ കണക്കാക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുക. ശരി, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ വാസ്തുവിദ്യയെ പറ്റിയിട്ടും ഈ ഇന്ത്യൻ ആർക്കിടെക്ചറും പറ്റിയിട്ടും നമ്മുടെ പ്രാചീന വാസ്തുവിദ്യയും തമ്മിൽ എന്തെങ്കിലും കമ്പാരിസൺ നടത്തിയിട്ടുണ്ടോ? അതോ അതിന്റെ തമ്മിലുള്ള ബന്ധം ഏതെങ്കിലും തരത്തില് പഴയത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം ഒരു പക്ഷേ അത് എത്രത്തോളം അതിന്റെ ഒരു എന്താ പറയണ്ട, അത് സമഞ്ജസമായിട്ട് അല്ലെങ്കിൽ അത് എൻറിച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും? അല്ല, അതെ, ഇതിന്റെ അകത്തെ നമ്മളിപ്പം ഒരു ആദ്യത്തെ ഒരു സ്റ്റേജ് കാലഘട്ടം എടുക്കുക. വൈദിക കാലഘട്ടത്തിൽ നിന്ന് ബൗദ്ധ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം ആദ്യത്തെ പിന്നെ ഇത് ശരിക്കും ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പം ശരിക്കും ഏറ്റവും മിനിമം സൗകര്യങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ സൗകര്യം ഉണ്ടാവുന്നത് വരെ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇപ്പോഴും ദേവാലയങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോഴോ അല്ലെങ്കിൽ വീടുകളുടെ കാര്യങ്ങൾ പറയുമ്പോഴോ ഒക്കെ പ്രാചീനമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനം പ്രാചീനമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രാചീനമായ കാര്യങ്ങൾ വളരെ മോഡറേറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ അത് കുറച്ചും കൂടി അതിന്റെ ഡെവലപ്പ് ചെയ്ത രീതികളാണ് പിന്നീടുള്ള നിർമ്മാണങ്ങളൊക്കെ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ ശരിക്ക് പിന്നെ അങ്ങനെയല്ല, കോട്ടയം ഭാഗത്തുള്ള 4 കെട്ടുകൾ എന്ന് വിചാരിക്കുക. കോട്ടയം ഭാഗത്തൊക്കെയുള്ള പഴയ നമ്പൂതിരി ഗൃഹങ്ങളൊക്കെ സാർ നോക്കിക്കോളൂ. അതുപോലെ പിന്നെ വള്ളുവനാട്ടിലുള്ള കാര്യങ്ങളും വടക്കേ മലബാറിലുള്ള കാര്യങ്ങളും ഇതില് പിന്നെ പിന്നെന്താ പറയാ, അടിസ്ഥാനമായിട്ട് അതിന്റെ രീതികൾ 4 കെട്ട് എന്നുള്ള സമ്പ്രദായത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള സ്വഭാവം ഒന്നാണെങ്കിലും പിന്നെ കോട്ടയം ആ ഭാഗത്ത് നിന്ന് വന്ന് ഏകദേശം നമ്മൾ വടക്കേ മലബാറിൽ എത്തുമ്പോഴേക്ക് അതിന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒക്കെ വളരെ വ്യത്യാസം വരും. പക്ഷെ മാതൃകാപരമായിട്ട് ഇതിന്റെ കണക്ക് എന്ന് പറയുന്നത് പിന്നെ കിഴക്കിനി, തെക്കിനി, വടക്കിനി എന്നൊക്കെ പറയുന്ന 4 കെട്ടുകളും ചാലകളും കൂടിയത് തന്നെയാണ്. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്ത പല രീതിയിലുള്ള കണ്ടംപററി ആയിട്ടും ട്രഡീഷണൽ ആയിട്ടും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇതിന്റെ ഒരു വലിയൊരു ഗവേഷണം നടത്തിയ ഒരാള്, ഞാൻ വളരെ ഇതായിട്ടൊന്നും സാറ് പറഞ്ഞ ചോദ്യത്തിന് പൂർണ്ണമായിട്ട് എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. വളരെ സമഗ്രമായിട്ടൊന്നും ഈ കാര്യങ്ങൾ നോക്കിയിട്ടില്ല, കുറച്ച് കാര്യങ്ങളെ നോക്കിയിട്ടുള്ളൂ. ഇത് നോക്കിയിരുന്ന ഒരാളുണ്ടായിരുന്നു, ഡോക്ടർ എ അച്യുതൻ എന്ന് പറഞ്ഞിട്ട് NIT നിന്ന് റിട്ടയർ ചെയ്ത് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ബാലഗോപാല പ്രഭു എന്ന് പറഞ്ഞ് കോഴിക്കോട് വാസ്തുവിദ്യാ പ്രതിഷ്ഠാനം നടത്തിയിരുന്ന അദ്ദേഹം ഈ കാര്യങ്ങൾ ഒരുപാട് തരത്തിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് കണ്ടംപററി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഒരുപാട് പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ മേഖലയിൽ ലാൽ എന്ന് പറയുന്ന ഒരു പിന്നെ പ്രൊഫസർ ഉണ്ട്. ഇദ്ദേഹം തൃശ്ശൂര് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. അദ്ദേഹവും ഇത്തരം കാര്യങ്ങൾ സാർ പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് ഇതൊരു താരതമ്യ പഠനം നടത്തിയിട്ടുണ്ട്. പ്രാചീനമായിട്ടുള്ള നിർമ്മിതികളെ കുറിച്ചും പുതിയ മോഡേൺ ആയിട്ടുള്ള നിർമ്മിതികളെ കുറിച്ചും ഒക്കെയുള്ള ഗവേഷണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവര് രണ്ടുപേരും കൂടി ഇറക്കിയ ബുക്കാണ് കോണ്ടംപററി ഓഫ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട്.
അതെ 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 ഡോക്ടർ എ അച്യുതനും ബാലഗോപാൽ സാറും കൂടിയിട്ടുള്ളത്. അവര് കുറെ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. മനുഷ്യാലയ ചന്ദ്രികയുടെ ട്രാൻസ്ലേഷൻ ഇറക്കിയിട്ടുണ്ട്. അല്ല, ഇംഗ്ലീഷ്, അതായത് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് ഈ കേരളത്തിലെ 4 കെട്ടിലും അതിന്റെ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ മോഡേൺ ആർക്കിടെക്ചർ ആൻഡ് ഏൻഷ്യൻ ആർക്കിടെക്ചർ ഇറക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറയുന്ന ഈ പുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷാണ്. ടെക്സ്റ്റ് ബുക്ക് ഓൺ വാസ്തുവിദ്യ എന്ന് പറയുന്ന പുസ്തകം ഇംഗ്ലീഷാണ്. പിന്നെ എഞ്ചിനീയറിംഗ് കമാൻഡറിയോട് കൂടിയിട്ട് മനുഷ്യാലയ ചന്ദ്രിക ഇറക്കിയിട്ടുണ്ട്, അതും ഇംഗ്ലീഷാണ്. അതൊക്കെ ശരിക്കും പിന്നെ ഇവർ രണ്ടുപേരും കൂടി ചെയ്ത കൃതികളാണ്. അങ്ങ് പറഞ്ഞല്ലോ 3 ബുക്കുകൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞത്. അത് എവിടെയാണ് അവൈലബിൾ ആയി കിട്ടുന്നത്? ഏതാ ഒരു 3 ബുക്ക് ഇപ്പൊ അങ്ങ് പറയലുണ്ടായല്ലോ, ഇപ്പോ പ്രസിദ്ധീകരണത്തിന് തയ്യാറായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ പറയാ, ഇതിന്റെ അകത്ത് പിന്നെ ഇതൊരു പുസ്തകം, ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, പക്ഷെ ഇപ്പോഴും എനിക്ക് ഇതുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഇത് ടെമ്പിൾ ആർക്കിടെക്ചർ ആൻഡ് റിച്വൽസ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം. ഇത് ആദ്യം പബ്ലിഷ് ചെയ്ത കാര്യങ്ങൾ തീർന്നു പോയിട്ടുണ്ട്. അത് സംഘടിപ്പിക്കാനുള്ള സംഭവം ചെയ്യാം. അതേ ജയശങ്കറിന്റെ അല്ലേ? അല്ല, ഇത് എന്റെ പുസ്തകമാണ്. ടെമ്പിൾ ആർക്കിടെക്ചർ ആൻഡ് റിച്വൽസ് ഓഫ് കേരള. ആദ്യം ഇത് ഇറക്കിയത്, ടെമ്പിൾ ആർക്കിടെക്ചർ ഇറക്കിയത് മല്ലയ്യ എന്ന് പറയുന്ന ഒരു സാറാണ്. ഓക്കെ, ഇത് ശരിക്കും ഈ സ്റ്റഡി പൂർണ്ണമായിട്ടും തന്ത്രസമുച്ചയത്തെ ബേസ് ചെയ്തിട്ടുള്ള പഠനമാണ്. അല്ല, പിന്നെ പറയുന്നത്, ഞാൻ ആ പുസ്തകത്തെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുന്നോ? ഇതാണ് വേറെ പുസ്തകം. ഇത് ന്യൂ ഭാരത് പബ്ലിക്കേഷൻ ഇറക്കിയതാണ്. പിന്നെ ഇത് മാനുസ്ക്രിപ്റ്റ് ആണ്. ശരിക്കും മാനുസ്ക്രിപ്റ്റിനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ്. മാനവ വാസ്തു ലക്ഷണം എന്ന് പറയുന്ന പുസ്തകം. ഇത് ശരിക്കും പിന്നെ നമ്മളെ പിന്നെ ഇതിൻ്റെ അകത്തുണ്ട്, നമ്മളെ ഓൺലൈൻ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടാനുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇത് മനുഷ്യാലയ ചന്ദ്രികയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കിട്ടാനുണ്ട്. പിന്നെ ബാക്കി ഞാൻ ഈ വായിച്ച പുസ്തകങ്ങളിലൊക്കെ തന്നെ ചിലതിൻ്റെ ഒക്കെ ഇംഗ്ലീഷ് പരിഭാഷ കിട്ടാനുണ്ട്, മറ്റതൊക്കെ സംസ്കൃതവും അപ്പോ ഹിന്ദി വ്യാഖ്യാനമുള്ള പുസ്തകങ്ങളാണ്. താങ്ക് യു. ചോദിക്കട്ടെ? നമസ്കാരം. നമസ്കാരം. പറയൂ. ഇപ്പം ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്രൈസിസ്, അല്ല, ആൾക്കാർക്ക് ഒരു വിശ്വാസിക്ക് ഒരു ക്രൈസിസ് ഉണ്ടാക്കുന്ന ഒരു സാധനമായിട്ട് ചൊവ്വാദോഷം, ഇപ്പം അതേമാതിരിയാണ് വാസ്തു ദോഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇതിൻ്റെ അകത്ത് പലതരത്തിലും ആൾക്കാർ പണിത് സാധനം ഒരാൾ പറയുക, അതനുസരിച്ച് പണിഞ്ഞിട്ട് പിന്നെ എന്തോ ഒരു ദുരിതം എന്തെങ്കിലുമൊക്കെ കാണുന്ന അവസരത്തിന്റെ അകത്ത് അത് മുഴുവൻ പൊളിച്ചു കളയുക. ഇതിനൊക്കെ കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനങ്ങൾ എന്താണ് ഇതിന്റെ ഒരു അവസ്ഥ? വല്ലാത്ത ആൾക്കാർ പലതും നമ്മളെ അനുഭവത്തിന്റെ അകത്ത് തന്നെ പലരും അവിടെ അതില്ല. പണ്ടൊക്കെ വലിയ ഇതിനൊക്കെ സൂത്രങ്ങൾ, ഇങ്ങനെ കുറെ ദ്വാരങ്ങളൊക്കെ ഇടുന്ന ഒരു അവസ്ഥ, അതൊക്കെ ഇപ്പൊ മാറി. ആ സൂത്രം മുറിയുക, മറ്റേത് മുറിഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുക, സ്തംഭം കൊടുങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വല്ലാത്തൊരു ക്രൈസിസ് ഉണ്ട് ഈ കാര്യത്തില്. പിന്നെ ഒരു നിത്യജീവിതത്തിൽ ഇപ്പം എങ്ങനെയാണെങ്കിലും സ്ഥലം, പണ്ട് പറയുന്ന ലക്ഷണത്തെ സ്ഥലമൊന്നും കിട്ടാണ്ട് ഇവരെവിടെയെങ്കിലും ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി എങ്ങനെയെങ്കിലും ഒരു ഉണ്ടാക്കുമ്പോഴൊക്കെ പിന്നെ അവിടെയാണ് വാസ്തുക്കാരൻ ആയിട്ട്, അല്ല, ഇതിന്റെ പ്രയോഗം നടത്തുന്ന ആൾക്കാർ എല്ലാത്തിന്റെ അകത്തും ഉണ്ട്, അതേ കൂട്ടത്തിന്റെ അകത്ത് ഒന്നും. പിന്നെ മറ്റൊന്ന് സൗകര്യത്തിനെ പറ്റി 2 ചോദ്യങ്ങളാണ് എനിക്കൊരു സൗകര്യം ആണ് ഈ ഇതിന്റെയൊക്കെ അടിസ്ഥാനമെങ്കിൽ നമുക്കറിയാം, ഈ ക്ഷേത്രങ്ങളുടെ അകത്ത് തീരെ സൗകര്യമില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർഭഗൃഹങ്ങളാണ് പല സ്ഥലത്തും ഉള്ളത്. ഇവിടെ എനിക്കൊരു അനുഭവത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് ചെറിയൊരു ക്ഷേത്രം, അതിനൊരു മുഖമണ്ഡപം, ആ മുഖമണ്ഡപത്തിലേക്ക് തന്നെ ഏകദേശം 1 മീറ്ററാണ് അതിന്റെ ഉള്ളിലേക്ക് ആദ്യത്തത് കടന്നു പോവാനുള്ളത്. പിന്നെ അവിടെ തല മുട്ടാണ്ടം നൂണ്ട് മുട്ടുകുത്തുന്ന മാതിരി പോയിട്ട് അടുത്തൊരു വാതിലും ഉണ്ട്, പ്രധാന ശ്രീകോവിലിന്റെ വാതില്. ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് മാറ്റാൻ പറ്റുമോ എന്നുള്ളത്, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന അവസരത്തിൽ അത് കണക്കിന് വിരുദ്ധം ആവും എന്നുള്ളത് ഞാനിപ്പോ ഈ ഒരു കുട്ടനമ്പൂതിരിപ്പാടൊക്കെ പറഞ്ഞിട്ട് ഇന്നും അത് നിലനിൽക്കുക. അതിന്റെ ഉള്ളിൽ കടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലോ ആകെ 2 ശ്രീകോവിലിന്റെ അകത്ത് വലിയൊരു ബിംബത്തിന്റെ അളവ് അതിനനുസരിച്ചിട്ടുള്ള അളവെല്ലാം തോന്നുക. എന്തായാലും അതും പറ്റില്ല, വലിയ പീഠം, ഞെരുങ്ങുക, അവിടെ ഒരു പൂജ കഴിച്ചിട്ട് പോരണം എന്നുണ്ടെങ്കിൽ ഞെരുങ്ങുക. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് വന്നത്? ഇതിന്റെ അകത്തൊക്കെ ഒരു മാറ്റങ്ങൾ, പലതിന്റെ അകത്തും അപ്ഡേഷൻ വന്നു. നമ്മളതിന്റെ അകത്തൊക്കെ
എല്ലാത്തിന്റെ അകത്തും ഇതിന്റെ അകത്ത് മാത്രം അപ്ഡേഷൻ പറ്റായി ഉണ്ടോ, പറ്റുമോ, എന്താണ് ഉള്ളത്? അതിന്റെ ഒരു ജയേട്ടന്റെ ഒരു അഭിപ്രായം എന്താണെന്നും കൂടി അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അഭിപ്രായം ചോദിക്കല്ല കേട്ടോ, നമ്മളൊരു സംവാദത്തിന്റെ അകത്ത് പറഞ്ഞു പോയതാണ്. എന്റെ ഒരു വിഡ്ഢിത്തായിട്ട് കൂട്ടുക ചോദ്യം. ഓക്കെ, അതെ, ഞാന് പിന്നെ ആദ്യം ഇതിന്റെ അകത്തേക്ക് പറയുന്ന ഒരു സൂചന ഞാൻ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ നാട്ടില് അച്ഛൻ തിരുമേനി വന്നിട്ട് 20 വർഷം മുമ്പ് കണക്ക് കൊടുത്തു, ഒരമ്പലം ഉണ്ടാക്കി പൂർണ്ണമായിട്ട്. അത് കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ അതിന് കേടുപാട് പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ മകൻ തിരുമേനി വന്നു. മകൻ തിരുമേനി വന്നിട്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ, ഈ അമ്പലം കംപ്ലീറ്റ് കണക്ക് തെറ്റാണ്, ഇത് മുഴുവൻ പൊളിച്ചു കളയണം, ഇത് ആണ് ഈ ഗ്രാമത്തിൽ വലിയ ദോഷം ഉണ്ടാക്കും, വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. ആകെപ്പാട് ആശയക്കുഴപ്പമായി. ഞങ്ങൾക്ക് താന്ത്രികമായിട്ട് ഇതുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് പരിഹരിക്കാൻ ഒരുപാട് പിന്നെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയാൽ പോലും ആ ദേവാലയം പൊളിച്ച് രണ്ടാമതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അത് സ്ഥാനത്ത് ആകെ 10, 4, 5 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നം പരിഹരിക്കാനേ ഉള്ളൂ. അപ്പൊ ഇത് ആകെപ്പാടെ വലിയ വിഷമങ്ങളും വിശ്വാസമൊക്കെ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ കമ്മിറ്റി കൂടിയപ്പോൾ പറഞ്ഞു, ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാവണമെന്ന് ആലോചിക്കണം, അപ്പം എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം, എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോ ഇതിനൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് ഇത്തരം കാര്യങ്ങളെ, വിശ്വാസങ്ങളെ എന്തെങ്കിലും ഇത് പറഞ്ഞാൽ, നേരത്തെ ഇപ്പോ ശ്രീമാൻ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് വലിയ അബദ്ധമാവുമെന്ന് 100 പ്രാവശ്യം പേടിച്ചിട്ടും ചിന്തിച്ചിട്ടും നമ്മൾ പറയേണ്ട ഒരു തലമാണ് ഇതിനൊക്കെ. അപ്പോ ഇതിനകത്ത് അന്നേരം ഏകദേശം എൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, മനസ്സ് വലുതായി കഴിഞ്ഞാൽ കണക്ക് ശരിയാവും, മനസ്സ് ചെറുതായി കഴിഞ്ഞാൽ എല്ലാ കണക്കും തെറ്റും. ഇനി ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക ചെയ്ത്. അത് കഴിഞ്ഞ് അവർ വീണ്ടും ഒരു പ്രശ്നക്കാരൻ്റെ അടുത്ത് പോയപ്പം ഇവിടെ കണക്കിനൊന്നും യാതൊരു തെറ്റുമില്ല, എല്ലാ കണക്കും ശരിയായി എന്ന് പറയുകയും ചെയ്തു. ഇതൊരു ഇതിനകത്ത് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ കാഴ്ചപ്പാട്, ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, ആരെയും കുറ്റപ്പെടുത്താൻ. ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലിപ്പം പിന്നെ ഏറ്റവും ശരിക്ക് ഒരു പ്രസക്തമായ നിലനിൽക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ കണക്കുകളൊക്കെ എല്ലാ പുസ്തകത്തിലും ഒരേപോലെയാണോ എന്നാ ചോദിക്കേണ്ടത്. അല്ല, ഓരോ പുസ്തകത്തിലും ഓരോ തരത്തിലാ കണക്ക്. ഇതില് നമുക്ക് സൗകര്യം അനുസരിച്ച്, കാലഘട്ടത്തിനനുസരിച്ച് കണക്കും കാര്യങ്ങളും ഒക്കെ എന്താ വെച്ചാൽ ജീവിതം കണക്കാക്കാനുള്ളതാണ് കണക്ക്. ജീവിതം ഒരു തരത്തിലും കണക്ക് കൂട്ടിയാൽ ശരിയാവാത്ത രീതിയിലേക്കുള്ള കണക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇരിക്കാൻ പറ്റാത്ത ഗർഭഗൃഹങ്ങള്, അതുപോലെ വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ സൂത്രത്തിന്റെ വ്യത്യാസം പറയുക, അളവ് വ്യത്യാസം പറയുക, ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് പഴയ ആൾക്കാർ ഇതൊരു ഭൂതവിദ്യക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ വിശ്വാസങ്ങൾ ചേർത്ത് ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ നിഷ്ഠ ഉണ്ടാവും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പഴയ ആൾക്കാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നിഷ്ഠയില്ല, നമ്മളെ വേറെ എന്തൊക്കെയോ താല്പര്യങ്ങൾ, ഏതെന്നുള്ളത് ഞാൻ പറയാൻ ആളല്ല, അങ്ങനെ പ്രത്യേക തരത്തിലുള്ള രീതികൾ കൊണ്ട് ഇതിൻ്റെ അകത്ത് നിഷ്ഠയെ വിശ്വാസങ്ങൾ മാത്രമായിട്ട് ബന്ധിപ്പിക്കുകയും അത് മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതാണ് ഇതിൽ വലിയൊരു ദോഷം എന്ന് പറയുന്നത്. ഇപ്പോ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നൊക്കെ പറഞ്ഞ കണക്ക്, അതിൻ്റെ അകത്ത് 1 സെന്റിമീറ്റർ മാറിയാലോ അല്ലെങ്കിൽ 1 കോലും മാറിയാലോ ഒക്കെ നമ്മൾ മരണം സംഭവിക്കും എന്നുള്ള ഒരു കണക്ക് തന്നെയായിട്ട് അതിനെ കണക്കാക്കാനൊന്നും പറ്റില്ല. സാധാരണ അതിലിപ്പോ ഞാൻ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഈ ഗുരുവായൂര് കുറച്ചപ്പുറത്തൊരു സ്ഥലത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രം മരണസൂത്രത്തിലാണ് ഉണ്ടാക്കിയത്. ആ അളവൊക്കെ നോക്കി ഞാൻ അവിടെയുള്ള പ്രാചീനമായിട്ടുള്ള ഒരു ആചാരി ആയിട്ടൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിരുന്നു. അതിൻ്റെ അകത്ത് അത് ഉണ്ടാക്കിയ ആൾക്കാർക്കും അവിടെ താമസിക്കുന്ന ആൾക്കാർക്കും വേറെ ആൾക്കാർക്കും ഒന്നും മരണമൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അസംഖ്യം വലിയ തറവാടുകള്, ഇപ്പൊ നിലനിൽക്കുന്ന അസംഖ്യം തറവാടുകള്, 4 കെട്ടുകളും 8 കെട്ടുകളും ഒക്കെ മരണസൂത്രത്തിലുണ്ട്. അവിടെയുള്ള ആൾക്കാർക്കൊന്നും ഒരു സൂത്രവും പഴിച്ചിട്ടില്ല. അപ്പം നമ്മളിപ്പോ അതിങ്ങനെ വ്യാഖ്യാനിച്ചു. അപ്പൊ ഒരു പുസ്തകത്തിലെ മരണസൂത്രം വേറെ സൂത്രത്തിൽ ആയിക്കോളും. ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം ഉണ്ടെന്ന് വെച്ചാൽ, ഇതൊക്കെ കാലോചിതമായിട്ട് മാറണം. ആരെയും വിഷമിപ്പിക്കാതെ ജീവിക്കാൻ കഴിയുന്നതാണ് നന്മ എന്ന് പറയുന്നത്, എളിമ എന്ന് പറയുന്നത്. അതെല്ലാ തലത്തിലും ഉണ്ടാവുന്ന ഒരു സന്തോഷം ഏറ്റവും വലുതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് വേറൊന്നുമല്ല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഇപ്പോ ദേവാലയങ്ങളിൽ പോകുന്ന പൂജ കഴിക്കുന്ന ആളാണെങ്കിലും അവിടെ അത് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവരും സമമായിട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, അതാണ് ശരിക്കും പണ്ടത്തെ ആൾക്കാര് ശാസ്ത്രം എന്ന് പറഞ്ഞ് മോഹിച്ചിട്ടുണ്ടാവുക. ഞാൻ വായിച്ചപ്പോൾ പലപ്പോഴും അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മറ്റുള്ളവരെ അംഗീകരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുകയും എളിമയോട് കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇത്തരം ശാസ്ത്രങ്ങളൊക്കെ എന്ന് എല്ലാ തരത്തിലും വ്യാഖ്യാനിച്ചു പോയിട്ടുണ്ട് ശരിക്കും. പിന്നെ ചില കൃതികളിൽ പറഞ്ഞിട്ടുണ്ട്, ശില്പി
ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് പിന്നെ മറുവാക്കില്ല. അയാളുടെ മനസ്സ് തോന്നുന്നതാണ് പൂർണ്ണമായ ശില്പവിദ്യ, പ്രയോഗ വിജ്ഞാനം എന്നും ചില കൃതികളിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും പറയുന്ന കാര്യമൊന്നുമില്ല. ഇതൊക്കെ കാലത്തിനനുസരിച്ച് ചിലർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, ചിലർക്ക് ജീവിക്കാൻ വേണ്ടി കണക്ക്, ചിലർക്ക് അങ്ങനെ ഒന്ന് ഇതാകുമ്പോൾ വേറൊന്ന് ഉണ്ടാവുക എന്ന് പറയുന്ന രീതിയിലേക്കും ഇത്തരം കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ വരാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. പിന്നെ ചോദിച്ച ചോദ്യത്തിന് പൂർണ്ണമായ ഉത്തരമായോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ശ്രീമോനെ ആയോ? അല്ല, ഞാൻ ഇപ്പോഴത്തെ ഉത്തരങ്ങളൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇതായിട്ട് ബന്ധപ്പെടുന്ന അല്ലെ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് എന്താണ് ഇത് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിന്റെ അകത്ത് അവരൊരു അഭിപ്രായം എന്താണ് എന്നുള്ളത് ഞാനും ഇതിന്റെ അകത്ത് തന്നെയാണ്. നമുക്കിപ്പോ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന അവസരത്തില് ഏറ്റവും മനസ്സിരുത്തിയിട്ട് ഒരു പൂജ കഴിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. മുട്ടുമടക്കി ഇരിക്കുമ്പോഴൊക്കെ ആ പീഠത്തിന്റെ ഒരു മൂല നമ്മളെ കാലിന്റെ മുകളിൽ തട്ടി അവിടുന്ന് എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് ഒരു സൈഡിലേക്ക് മണി എടുക്കാൻ വേണ്ടിയിട്ട് കയ്യൊന്നും ഇങ്ങോട്ട് ആക്കുമ്പോഴേക്ക് അതിന്റെ ചുമരിന്റെ മുകളിൽ കുത്തി ഇതൊന്നും ചെയ്യാൻ തടിച്ച ആൾക്കാർക്ക് അതിനകത്ത് ഇരിക്കാൻ പറ്റില്ല. ദേവനും പൂജയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. ശ്രീകോവിലിനകത്ത് അയാള് എന്താണ് കഴിക്കേണ്ടത് അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്നാ പോരല്ലോ. അദ്ദേഹത്തിന് സ്വസ്ഥമായിട്ട് പൂജ എന്ന് പറഞ്ഞാല് കുറെ അംഗങ്ങൾ കാണിക്കാനും അല്ലെങ്കിൽ കയ്യിനെ കൊണ്ടൊക്കെ കുറെ പ്രവൃത്തികൾ ഉള്ളതാണല്ലോ. അയാള് കൈ ഇങ്ങനെ എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു സംഭവമാണല്ലോ. അവിടെ പോയി ധ്യാനിച്ചിരിക്കാനല്ലല്ലോ പോകുന്നത്. അപ്പം അവിടെ അതിൻ്റെ ഉള്ളില് ഈ മിനിമം ആ പ്രയോഗങ്ങൾ നടത്താനുള്ള ഒരു സൗകര്യം, എഴുന്നേൽക്കുമ്പോൾ ഇയാളെ മൂർധാവ് മുട്ട് ആ മാലതാങ്ങിയായിട്ട് അല്ലെ വിളക്ക് കൊടുത്ത ഒരു സാധനമായിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു പിന്നെ മറ്റൊന്ന് വെന്റിലേഷൻ എന്ന് ഈ തൊരവൊക്കെ ഉള്ളിടത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ഓട്ടകൾ ഇട്ട് വെച്ചൂടെ എന്നുള്ളത്. കാരണം എന്താണെങ്കിൽ ഒരു വെന്റിലേഷൻ അതിന്റെ 45-48 ഡിഗ്രി വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. അല്ല, അതിന്റെ ഉള്ളിലേക്ക് ഒരു വായു സഞ്ചാരം എന്ന് പറയുന്നത് ഒരു വെന്റിലേഷൻ ഇല്ലാത്ത അവസ്ഥയുടെ അകത്തൊക്കെയാണ് അത് ഉള്ളത്. പക്ഷെ അതൊക്കെ പിന്നെ അടച്ചു കുത്തിരിക്കാണ്ട് നിൽക്കാന്ന് വിചാരിക്കുക. പക്ഷെ ഇതിന്റെ അകത്തൊന്നും ചെറിയൊരു മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ അകത്ത്. അത് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെ പഴച്ചു പോയി. പിന്നെ ആ ഗ്രാമത്തിന് ദുരിതമായി. ഇത് 2 ഉറുപ്പിയും 3 ഉറുപ്പിയും എങ്ങനെയോ ടോക്കൺ പിരിച്ചിട്ടും ചില എന്തെങ്കിലും ഒരു കുറിയൊക്കെ നടത്തിയിട്ടും ഒക്കെയാണ് ഈ പൊതുജനം ഈ എരന്ന് കൊണ്ടുവരികയെന്ന് ഞാൻ പറയാറില്ല. പക്ഷെ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഈ ക്ഷേത്രത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. ഇത് എങ്ങനെയെങ്കിലും കെട്ടിപ്പടുക്കുമ്പോൾ അടുത്ത ആൾക്കാര് രാശി വെച്ചാൽ ഇത് പൊളിച്ചു മാറ്റാനാണ് പറയുക. എന്തോ ഒരു സൂത്രം 4-ാം ഭാവത്തിന്റെ അകത്തോ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പിഴച്ചു എന്നും പറഞ്ഞിട്ട് അവിടെ തന്നെ ഗ്രഹം നോക്കുമ്പോഴൊക്കെ. അപ്പൊ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു നേരെ മുന്നിലേക്ക് തീരെ സ്ഥലമില്ലാത്തടത്തേക്ക് ഇതൊരു പാർശ്വസോപാനാക്കി തരുമോന്ന് ചോദിക്കുമ്പോൾ അനങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മുന്നിൽ തീരെ സ്ഥലമില്ല. ഇപ്പം കോഴിക്കോട് തളിയിൽ അമ്പലത്തിന്റെ അകത്ത് നോക്കിയിട്ടുണ്ടോ? അതിന്റെ ഇടയിൽ കൂടെ ഒരു ശാന്തിക്കാരന് മണ്ഡപത്തിന്റെ ശ്രീകോവിലിന്റെ ഇടയിൽ കൂടെ വലിയ കൊട്ടയിൽ പിടിച്ചിട്ട് അപ്പം കൊണ്ട് പോകണം, ഉദയസ്ഥാനത്തിന്റെ അപ്പം. ഇവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇവരെ എത്രയോ പ്രാവശ്യം തലയ്ക്ക് കിഴുക്ക് കിട്ടിയിട്ടുണ്ട്. ആ മണ്ഡപത്തിന്റെ മുകളിൽ വെച്ചിട്ടുള്ള മരത്തിന്റെ അലങ്കാരം ഉണ്ടല്ലോ, അതിന്റെ കവചം. അപ്പൊ ഇതിലെ തിരിച്ച് അഭാഗത്തൂടെയാണ് പണ്ട് പതിവ്. അത് മറ്റേ ഭാഗത്തൂടെ ഈ മണ്ഡപത്തിന്റെ കിഴക്ക് ഭാഗത്തുകൂടെ ആ വാതിൽമാടത്തിന്റെ ഇരത്തൂടെ കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരു 50 കിലോ ഉണ്ടാവും ഒരു കൊട്ടന്റെ അകത്ത് ഉദയാസ്ഥാനത്തിന്റെ അപ്പം. അത് പണ്ട് പതിവില്ല. അത് നമ്മുടെ സമയം കുറച്ചേ ഉള്ളൂ. ഇനി വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആയിക്കോട്ടെ. അല്ല ഞാനത് ഓക്കെ. ഒരു ചെറിയ ചോദ്യം. അതില് കുറെ ചോദ്യത്തിന്റെ കുറെ ഉത്തരമൊക്കെ അങ്ങ് അതിനു മുമ്പ് ചോദ്യം പറഞ്ഞ ഉത്തരത്തിൽ കിട്ടി. ഈ വാസ്തുന്റെ നിർബന്ധം നമ്മൾ ഒരു കാലഘട്ടത്തില് ഗ്രഹങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിന് പ്രത്യേക ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. മുഴുവൻ അത് പുറത്ത് പറഞ്ഞിരുന്നില്ലെങ്കിലും ഉപാസന സംബന്ധമായിട്ട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ മാറുന്നൊരു കാലഘട്ടത്തിലെല്ലാം കുടുംബങ്ങളൊക്കെ ന്യൂക്ലിയർ ആയി. അപ്പോ ആ കാലഘട്ടത്തിൽ ഇപ്പോ വാസ്തു ബേസ് ചെയ്തിട്ടുള്ള ഗ്രഹശില്പത്തിനോ അങ്ങനെ ഇതേ പഴയ ലക്ഷ്യങ്ങളൊക്കെ തന്നെ മൂല്യങ്ങൾ ചോരാതെ ഉള്ള വല്ല പ്രവർത്തനങ്ങളുണ്ടോ എവിടെയെങ്കിലൊക്കെ ആയിട്ട്? നമ്മള് ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതും അത് പ്രയോഗത്തിൽ വരുത്തേണ്ടതും അതിന് നേതൃത്വം കൊടുക്കുന്ന അതേപോലെ ജീവിക്കുന്ന ആൾക്കാർ ആണ് ശരിക്കും ചെയ്യേണ്ടത്. നമുക്കിപ്പം ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഡെവലപ്മെന്റുകൾ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം എന്താ കാരണം? ഇപ്പൊ ഇതൊക്കെ എപ്പോഴാണ് നമ്മൾ നോക്കുക? നമ്മളെ ജീവിതത്തിൽ വിഷമം വരുമ്പോൾ വൈഷമ്യം ഉണ്ടായതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു പോകുമ്പോഴാണ് ഈ അപകടം വരുന്നത്.
അപ്പം പിന്നെ നമ്മൾ ആദ്യം ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അയാൾ പറയും, പിന്നെ വിശ്വാസത്തിന്റെ അടുത്ത് പോകുമ്പോൾ ജോത്സ്യന്റെ അടുത്ത് പോകും. അപ്പൊ ഇവര് ഇത് പറയും, അത് ദോഷമുള്ളത് കൊണ്ട് അത് ദോഷമുള്ളത്. അപ്പൊ അതുവരെ നിങ്ങൾ 10-30 വർഷം ജീവിച്ച സ്ഥലത്താണ് പിന്നീട് ദോഷം നിശ്ചയിക്കുന്നത് വേറൊരാൾ, ഒന്നും കാണാത്ത ആള്. അപ്പം നമ്മളെ ചിന്താഗതിക്കും നമ്മളെ പ്രവൃത്തിക്കും തമ്മിലുള്ള ഒരു ഇപ്പം ശരിക്കും പറഞ്ഞാല് നമ്മൾ പഴയ ആൾക്കാർ പറയില്ലേ, നിത്യാധീനം ബുദ്ധിശുദ്ധി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ. നന്നായിട്ട് നിത്യകർമ്മം ചെയ്ത് നന്നായിട്ട് പ്രാപ്തിയിലാക്കുന്ന ഒരു സംസ്കാരം. അപ്പം ഞാൻ പറയും, നല്ലോണം പൂജയ്ക്ക് പോകുന്ന ഒരാള് നിത്യകർമ്മം മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നിഷ്കർഷിക്കാൻ പറ്റുമോ? വലിയ അപകടമാണ്. അപ്പൊ ഇത് നമ്മളെ രീതികള്, നമ്മള് പിന്നെ കാര്യങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം വാസ്തുവും അതുപോലെ ജ്യോതിഷവും ഇതൊക്കെ തന്നെ അടുത്തടുത്ത് പോകുന്ന കാര്യങ്ങളാ. ഇതൊക്കെ എവിടെ നിർത്തണം, എവിടം വരെ ആവാം എന്ന് നമ്മൾ അത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ടത്, അതിന്റെ പൂർണ്ണത തീരുമാനിക്കേണ്ടത്. ഞാൻ പറയുന്നത് ഇതാണ്. അപ്പൊ പരസ്പരം ആരും വിഷമിപ്പിക്കില്ല എന്ന് പറഞ്ഞ ജീവിതമാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഒരിക്കലും ദോഷമില്ലാത്ത രീതിയിലേക്ക് പോവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഒരു വിശ്വാസം എടുക്കുക, ഒരു വിശ്വാസം ഒരു പരിധി വരെ നമ്മൾ വേണ്ടെന്നല്ല, വിശ്വാസം വേണം, ഒപ്പം ശാസ്ത്ര ചിന്ത വേണം, പ്രായോഗികത വേണം. അപ്പം നമ്മൾ സൂത്രം ഇതെന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതൊക്കെ ക്രോസ് വെന്റിലേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനാണ്. മധ്യസൂത്രം, യമസൂത്രം എന്നൊക്കെ പറയുന്നത് ക്രോസ് വെന്റിലേഷൻ, ശാസ്ത്രീയമായിട്ട് നിരീക്ഷിച്ചാൽ അതൊരു ക്രോസ് വെന്റിലേഷൻ ആണ്. വീട്ടിൽ വായുസഞ്ചാരം ഉണ്ടാവണം, വെളിച്ചം ഉണ്ടാവണം, സംസാരിക്കുമ്പോൾ എക്കോ ഉണ്ടാവരുത് എന്നൊക്കെ വിചാരിച്ചായിരിക്കും. ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ മാറ്റം വരുത്തി ചിന്തിക്കേണ്ട കാലമായിരിക്കുന്നു. കുറച്ചെങ്കിലും ഒരു നിഷേധിയായിട്ടല്ല, വിശ്വാസത്തെ അംഗീകരിക്കുന്ന രീതിയിൽ അത് ക്രമപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള അഭ്യർത്ഥന. ഓക്കെ, ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. പറയൂ. ഈ രാമസേതു ഒരു എഞ്ചിനീയറിംഗ് മാർബൽ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ, അതുപോലുള്ളതിനെ പറ്റിയിട്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ, എഞ്ചിനീയറിംഗ് സ്ട്രക്ചറിനെ പറ്റി? എന്നറിയോ, ഐതിഹ്യങ്ങളിലും മിത്തുകളിലും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ വെറും രണ്ട് കാര്യങ്ങൾ പറയാം. ശാസ്ത്രത്തിന് രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് ഹൈപ്പോത്തിസിസ് കഴിഞ്ഞ് ഇതൊക്കെ ഒരു ഫിലോസഫിക്കൽ ആയിട്ട് അല്ലെങ്കിൽ വിശ്വാസമായിട്ട് ഐതിഹ്യമായിട്ട് പറഞ്ഞു പോകുന്ന കൺസെപ്റ്റുകളല്ലാണ്ട് ഇതിനൊരു ശാസ്ത്രീയമായിട്ട് നമ്മൾ എവിടെങ്കിലും അത്തരം ഒരു കാര്യങ്ങൾ പ്രതിപാദിച്ചതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്ന വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ പറയുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഹൈപ്പോത്തിസിസ് ആണ്, അത് ഊഹം മാത്രമാണ്. വാട്ട് ഈസ് അച്ചീവ്ഡ് എന്ന് പറഞ്ഞാൽ പ്രൂവ് വിത്ത് ക്ലിയർ എവിഡൻസ്. ആ ക്ലിയർ എവിഡൻസ് തന്നെ പുതിയത് കണ്ടെത്തിയാൽ പിന്നെ അത് ഹൈപ്പോത്തിസിസായി മാറുകയും ചെയ്യും. അപ്പൊ ഇത് നമ്മളൊരു സംസ്കാരത്തില് നമ്മളൊരു ഞാൻ പറഞ്ഞ ഉത്തരം പൂർണ്ണമാവുന്നില്ല, നമ്മളൊരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്ന ചില സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പുഷ്പക വിമാനം ഉണ്ടായി, അത് ശരിക്കും പ്ലെയിൻ ആണെന്ന് പറയുന്ന പോലെയാണ്. ശരിക്കും വിമാനം എന്ന് വാസ്തു പറഞ്ഞാല് പ്രൊജക്റ്റഡ് എലിവേഷൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ശരിക്കും വിമാനം എന്ന് പറയുന്നത് പ്ലെയിൻ എന്നുള്ള അർത്ഥത്തിൽ വാസ്തുവിൽ പറയാൻ പറ്റില്ല. ഇതുപോലെ തന്നെയുള്ള വിഷയങ്ങളുണ്ട്. വിമാനം എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് മാനത്തേക്ക് ഉയർന്നു നിൽക്കുന്ന പ്രൊജക്റ്റഡ് എലിവേഷൻ ആണ് വിമാനമായിട്ട് നമ്മൾ കണക്കാക്കുക, വലിയ ഗോപുരങ്ങളൊക്കെ. അപ്പൊ ഇതുപോലുള്ള എന്താ പറയാ, ഇത് തെറ്റാന്നും ശരിയാണെന്നും പറയാൻ പറ്റില്ല. ചില വിശ്വാസങ്ങൾ ഉണ്ടാവും, ചിലത് തെളിയിക്കപ്പെട്ടതുണ്ടാവും, ചിലത്. അപ്പം ഇതൊക്കെ കൂടിയതാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. നമ്മളൊരു ഭക്ഷണം കഴിക്കുന്ന പോലെ പല ടേസ്റ്റുകളുടെ നമ്മൾ വെറൈറ്റി ഓഫ് സ്പൈസസ് എന്ന് പറയില്ലേ, ആ വെറൈറ്റി ഓഫ് സ്പൈസസിൽ സാംസ്കാരിക വൈവിധ്യം എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. ചിലത് ഇപ്പൊ നമ്മൾ പഴയ കാര്യങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് പറയുന്നത് അതൊരു ശരിയല്ല. പുതിയ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് പറയുന്നത് അതും ശരിയല്ല. അപ്പം തെറ്റിന്റെയും ശരിയുടെ ഇടയിൽ അല്ലെ നല്ലതിന്റെയും ചീത്തയുടെ ഇടയിൽ ചീത്തയാവാതെ പോകുന്ന നന്മയാണ് നമുക്ക് വേണ്ടത് എന്ന് വിശ്വസിക്കുന്നു. ശരി, പൂർണ്ണമായൊന്നും എനിക്കറിയില്ല. അവർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കേട്ടാ, ഒരു സംശയം ചോദിക്കാമോ? ഏട്ടാ, ഈ മയമതം, ഈ മയൻ എവിടുത്തെ ശരിക്കും അതിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ചോദിച്ചേ. മയൻ ഒരു അസുര ശില്പിയാണെന്നാണല്ലോ പറയുന്നത്. അല്ല, ഇത് ശരിക്കും മയമതം എന്ന് പറയുന്ന പുസ്തകം മയമുനി എന്ന് പറയുന്ന ഒരാള് ഉണ്ടാക്കി. അത് ശരിക്കും ഒരു എൻസൈക്ലോപീഡിയക് ആയിട്ടുള്ള ബുക്കാണ്. അത് ഒരു പ്രാചീനമായിട്ട് അതിപ്പോ നമുക്ക് പിന്നെ എന്താ പറയുക, നമുക്ക് ആ പുസ്തകം നമുക്കിപ്പൊ ലഭ്യമാണ്. മയമതം എന്ന് പറയുന്ന പുസ്തകം ഏകദേശം നമുക്ക് ഒരു എന്താ പറയാ ഒരു 12-ാം നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അത് ഒരു മയമുനി എന്ന് പറയുന്ന ഒരാളാണ് എഴുതിയെന്ന് പറയുന്നു. അല്ല, അദ്ദേഹം അതിനെ കളക്ട് ചെയ്താണ്. 2 തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ആ പുസ്തകം നമുക്ക് പിന്നെ ലഭ്യമാണ്. എന്താ പറയാ, ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പിന്നെ ചൗക്കാമ്പക്കാര് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകം നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ അകത്ത് വളരെ ബൃഹത്വം ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ എന്താ പറയാ
ഈ ഒരുപക്ഷെ ഏറ്റവും ഭോജന്റെ സമരാങ്കണ സൂത്രഭാരം പോലെ തന്നെ വളരെ ബൃഹത്തായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു കൃതിയാണ് മയമതം എന്ന് പറയുന്ന പുസ്തകം. അതിൻ്റെ അകത്ത് ശരിക്കും ആർക്കിടെക്ചറൊക്കെ കേരള സ്റ്റൈലിലുള്ള ആർക്കിടെക്ചർ തന്നെ ആണ് കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു പുസ്തകമാണ് ശരിക്കും. അസുരശില്പി എന്ന് പറഞ്ഞുകൊണ്ട് അതും ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോ നേരത്തെ നമ്മളെ രാമസേതുവിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ കഷ്ടത്തിലാവും. വല്ല ഇതിന്റെ ഒന്നും ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആരുമല്ല കേട്ടോ. അത് വേറെ കാര്യം. നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ എനിക്കൊരു ശക്തി കിട്ടി. നിങ്ങളൊക്കെ ചൈതന്യമുള്ള ഒരു സീക്വൻസിന്റെ കൂടെ എന്റെ ലൈറ്റും കൂടി കണക്ട് ചെയ്തപ്പോൾ ഞാനും പ്രകാശിക്കാൻ തുടങ്ങി എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. അല്ലാണ്ട് എനിക്ക് മാത്രം എന്ത് പ്രകാശം വന്നിരിക്കുന്നതിനകത്ത്. അങ്ങനെയാണല്ലോ പറയാ കളക്ഷൻ ഓഫ് അല്ലെ, ഫീലിംഗ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ആണ് ഇമോഷൻ എന്ന് പറയുന്നത്. ഒന്നിലധികം ആൾക്കാർ ഒന്നിച്ചു കൂടുമ്പം ഒന്ന് പ്രകാശിക്കാനുള്ള ഒന്നാണ് ജീവിതം എന്ന ഒന്ന്. അത് ആ പ്രകാശം എല്ലാവർക്കും ഒരേപോലെ കിട്ടും. അവിടെയാണ് അതിന്റെ ഒരു ഈ അറിവിന്റെ ഒക്കെ ഒരു വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആൾ. ഈ അധ്യാപകന്റെ കുഴപ്പമുണ്ട് വായിൽനാവിന്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ശരിക്കും. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, പ്രഭു സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് കിട്ടാറുണ്ടോ? പ്രഭു സാറിന്റെ പുസ്തകം ടെക്സ്റ്റ് ബുക്ക് ഓൺ വാസ്തുവിദ്യ എന്ന് പറയുന്ന പുസ്തകം പിന്നെ നമ്മള് അശോകപുരത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് പറഞ്ഞ കോപ്പി കിട്ടും. ഇനി അഥവാ കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം, എന്റെ അടുത്ത് പുസ്തകമുണ്ട്. ഞാൻ എന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഞാൻ അഡ്രസ്സ് തന്നാൽ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ബൈൻഡ് ചെയ്ത് ഞാൻ അയച്ചു തരാം, ആഗ്രഹം ഉണ്ടെങ്കിൽ. ഒരു പ്രശ്നം വിചാരിക്കാൻ കിട്ടുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാ ചോദിച്ചത്. അത് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറയാം, പിന്നെ ഈ പുസ്തകമല്ലേ, ഈ പുസ്തകമല്ലേ ഇതാണ് ടെക്സ്റ്റ് ബുക്ക് ഓൺ വാസ്തുവിദ്യ. ഈ പുസ്തകം ഞാൻ അഥവാ കിട്ടുന്നില്ലെങ്കിൽ എന്റെ ഫോൺ നമ്പർ പിന്നെ കൊച്ചുവേട്ടൻ്റെ അടുത്ത് വാങ്ങിക്കൂ. എന്നിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സാധനം ഞാൻ സംഘടിപ്പിച്ചു തരും. ഒരു പ്രശ്നമില്ല. ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട മാനുസ്ക്രിപ്റ്റുകളും പിന്നെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ സന്തോഷമാണ് താനും. അതും കൂടി ഞാൻ ഈ ഗ്രൂപ്പ് പറയാം. എനിക്ക് ആകെ 5 വർഷം ഞാൻ തപ്പിയിട്ട് എനിക്ക് ആകെ 3 മാനുസ്ക്രിപ്റ്റാണ് കിട്ടിയത് കേരളത്തിൽ നിന്ന്. 3 മാനുസ്ക്രിപ്റ്റ് തശാസ്ത്രമായി ബന്ധപ്പെട്ട. പക്ഷെ നല്ല ഇതായിരുന്നു കേട്ടോ, വളരെ നല്ലതാണ്. 14ാം നൂറ്റാണ്ടിലുള്ള വളരെ ഗംഭീരമായിട്ടുള്ള സാധനമാണ്. അപ്പൊ സമയമായല്ലോ, നമുക്ക് നിർത്തിക്കൂടെ? നമുക്ക് നിർത്താം. അപ്പൊ ഞാന് ശ്രീ നീലകണ്ഠൻ വെങ്ങല്ലൂർ മന നന്ദി പറയാനായിട്ട് ക്ഷണിക്കുന്നു. നമസ്കാരം. ഇത്ര നേരം നമുക്ക് വളരെ നല്ല അറിവ് പകർന്നു തന്ന ഡോക്ടർ ജയൻ ഏറാഞ്ചേരിക്ക് തന്ത്രസമാജം ഉത്തരമേഖലയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി പ്രകാശിക്കുന്നു. പിന്നെ ഇന്നത്തെ ടോപ്പിക്കാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു പൊതുവായിട്ടുള്ള ഒരു അവലോകനം എന്ന് വേണമെങ്കിൽ പറയാം. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ വാസ്തുവിന്റെ ഡീറ്റെയിൽഡായിട്ട് എന്തെങ്കിലും പോകാൻ ഏതെങ്കിലും ഒരു ജനറൽ ടോപ്പിക് ലെക്ചറായിട്ടാണ് കണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക് മാത്രം എടുത്തിട്ട് ഒരു പ്രത്യേക ലെക്ചർ കൂടി തന്നാൽ നന്നായിരിക്കും തോന്നുന്നു. അങ്ങയുടെ ഈ പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റഡീസും ഇതൊക്കെ നടത്തിയ ആളാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കൂടുതൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ അങ്ങക്ക് താല്പര്യമുള്ളതും പൊതുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതുമായ ഒരു വിഷയം അങ്ങ് തന്നെ കണ്ടുപിടിച്ച് അങ്ങ് തന്നെ നോക്കി ഒരെണ്ണം കൂടി സൗകര്യം പോലെ, അങ്ങനെ തിരക്കുണ്ടാവും അറിയാം, എങ്കിലും അതിന്റെ ഇടയ്ക്ക് പറ്റുമെങ്കിൽ നന്നായിരിക്കുന്ന ഒരു അഭിപ്രായമുണ്ട്. ഏതായാലും ഇത്രയേരം ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ചും ഡോക്ടർ ജയൻ ഏറാഞ്ചേരിയോടുകൂടി നന്ദി. നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. തിരിച്ചും എല്ലാവരോടും കേട്ടോ, തിരിച്ചും എല്ലാവരോടും നമസ്കാരം. അപ്പൊ അടുത്ത ഡേറ്റ് തരുമല്ലോ. ഞാനെന്താ വെച്ചാല് പിന്നെ ഈ ഔദ്യോഗികമായിട്ട് കാര്യം കഴിഞ്ഞില്ലേ, ഏകദേശം ഒരു 2 വർഷമായിട്ട് എന്നോട് കൊച്ചുവേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഞാൻ പൊതുവെ ഭയങ്കര ഉഴപ്പനും